പ്രൈസ് ദ ലോർഡ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പാൻഡറ്റ് ഫോർ ദ ലിവിങ് വേർഡിൻ്റെ ഈ സ്പെഷ്യൽ പ്രോഗ്രാം ആസ്ക് ദ ഡോക്ടറിനോട് ചോദിക്കാം എന്ന ഈ ഏഴാമത്തെ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏവർക്കും വേഗം വരുന്നവനായ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രോഗ്രാം 2 വീക്സിന് മുമ്പ് നമുക്കിതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ്. വളരെ ബിസി സ്കെഡ്യൂളിൽ നിന്നും നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന ഡോക്ടർ ചാൾസ് എബ്രഹാമിന് പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. പാൻഡറ്റ് ഫോർ ദ ലിവിങ് വേർഡിൻ്റെ നാമത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ മീറ്റിംഗ് നമുക്കൊരു പ്രാർത്ഥനയോടുകൂടെ തുടങ്ങാം. പ്രാർത്ഥിക്കുവാനായിട്ട് ജിജിമോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനുശേഷം റൂബിൾ ജോബി 2 ഗാനങ്ങൾ ആലപിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് കടക്കാം. അവസാനമായിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് പ്രാർത്ഥനയോടുകൂടെ കൺക്ലൂഡ് ചെയ്യുന്ന സിസ്റ്റർ ആനി ആയിരിക്കും. അപ്പോൾ നമുക്കിനി ആദ്യമായിട്ട് നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യാതെ പ്രാർത്ഥനയോടുകൂടെ ഈ പ്രോഗ്രാം തുടങ്ങാം. ജിജിമോൾ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല സമയത്തെ ഓർമ്മ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മനോഹരമായ സന്ധ്യവേളയിൽ കർത്താവെ ഇങ്ങനെ ദിവസത്തിന്റെ ഉർവാശങ്ങൾ കൂടുവാനും ദൈവമേ, ഞങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഒന്നിച്ച് ഇങ്ങനെ കൂടിയിരിക്കുന്നത്. ഞങ്ങൾ പലരും പല സമയങ്ങളിലാണ്. എങ്കിലും ഏത് സമയവും ആ സന്നിധിയിലേക്ക് കടന്നു വരാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ ഭാഗ്യത്തെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഇത്രത്തോളം കർത്താവ് ഞങ്ങളെ സഹായിച്ചു, വഴി നടത്തി. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുന്നു. ഓരോ ദിവസവും അവിടുത്തെ പരിപാലനവും സ്നേഹവും കൃപയെ അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ ഈശ്വരമഹോമ ദൈവം ഞങ്ങളെ നടത്തുന്ന വഴികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന എല്ലാ വൻകൃപയ്ക്കായി സ്തോത്രം. ഒരു കാലത്ത് ഞങ്ങൾ യോഗ്യത അർഹതയുള്ളവരല്ലായിരുന്നു. എങ്കിൽ കർത്താവ് ഞങ്ങളെ ഈ ലോകസ്ഥാപനത്തിന് മുമ്പേ അറിഞ്ഞു, ഞങ്ങളെ കണ്ടു. ആ പുത്രനിലൂടെ ഞങ്ങളെ വീണ്ടെടുത്തതിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം. ആ പുത്രൻ മുഖാന്തരം ഞങ്ങൾക്ക് ഒന്നിച്ച് ദൈവത്തെ സ്തുതിപ്പാനും പല നിലയിലുള്ള ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിപ്പാനൊക്കെ ദൈവം തരുന്ന ഈ വലിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം ഞങ്ങൾ കൂടിയ ഉദ്ദേശം എന്റെ സ്വർഗത്തിൽ മുന്നമേ അറിയുക, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ പ്രത്യേക പ്രോഗ്രാം ഡോക്ടറോട് ചോദിക്കൽ എന്നുള്ള 7ാമത്തെ പ്രോഗ്രാമാണ്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് വളരെ അനുഗ്രഹത്തോടെ കൈകാര്യം ചെയ്യുവാൻ പ്രിയ സാറിനെയും ക്വസ്റ്റ്യൻ പാനലിലെ സഹോദരിമാരെയൊക്കെ ദൈവം സഹായിച്ചു. അത് അനേകർക്ക് വളരെ അനുഗ്രഹമായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷനായി ഇന്ന് തുടങ്ങുവാൻ ദൈവം ഇട നൽകിയതിനായി നന്ദിയോടെ സ്തോത്രം. ദൈവമേ, ഈ ശുശ്രൂഷ ഇത്രത്തോളം ദൈവം സഹായിച്ച വൻകൃപയ്ക്ക് സ്തോത്രം. ദൈവമേ, ഏതൊരു ശുശ്രൂഷയ്ക്കും ദൈവമേ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട വളരെ ആവശ്യമുള്ള കർത്താവെ, പാട്ടുപാടാനായി പ്രിയ റൂബിൾ സിസ്റ്ററുണ്ട്. പ്രിയ സഹോദരി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാണ്. മകളെ സഹായിക്കണം, പാടുവാനും ദൈവമേ കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുവാൻ ദൈവം സഹായിക്കണം. അതുപോലെ ഈ പ്രോഗ്രാം ലീഡ് ചെയ്യുന്ന സെറന്റിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകൾക്കും ദൈവം കൊടുത്തിരിക്കുന്ന താലന്തുകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നന്നായി ചെയ്യുവാൻ തന്റെ ദാസിയെ സഹായിക്കണം. എല്ലാ നിലയിലും ദൈവത്തിന്റെ പരിപാലനം കൃപ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിനുശേഷമായി ഞങ്ങളുടെ മെയിൻ സെക്ഷൻ ആണല്ലോ, പ്രിയ സാറിനെ ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വളരെ തിരക്കേറിയ ഒരു വ്യക്തിയാണ്, എങ്കിലും ബലപ്പെട്ട സമയം ഞങ്ങളുമായി ചെലവഴിപ്പാൻ ദൈവം തന്റെ മാനു കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. ആവശ്യമാണ് ദൈവകൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും നന്നായി പറയുവാനുള്ള എല്ലാ കൃപയും എന്റെ കർത്താവ് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നെറ്റിന്റെ യാതൊരു പ്രയാസങ്ങളും കടന്നു വരാതെ ദൈവം കാത്തു പരിപാലിക്കണം. ദൈവമേ, അതുപോലെ ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുന്ന സഹോദരിമാരെ ഞങ്ങൾ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഷെർലി ആന്റി ഓർത്ത് സ്തുതിക്കുന്ന ലിസി ആന്റി, ബീനാന്റി, അളകാമോൾ, അവരെയൊക്കെ ദൈവകാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുവാണ്. അവർക്കും ദൈവത്തിന്റെ പരിപാലനം കൃപയെ ആവശ്യമാണ്. എല്ലാ നിലയിലും ദൈവത്തിന്റെ പരിപാലനം അവരോടുകൂടി ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷമായി ക്ലോസിംഗ് പ്രയർ നടക്കുമ്പോൾ അത് പ്രാർത്ഥിപ്പാൻ ആന്റിയെയും ദൈവം ബലപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അതുപോലെ ഇവിടെ സന്നിധരായിരിക്കുന്ന ഓരോ സഹോദരിമാരെയും ദൈവമേ, ഞങ്ങളുടെ സംശയങ്ങളുമായാണ് ദിവസത്തിൽ കടന്നു വന്നിരിക്കുന്നത്. തക്കതായ മറുപടി ലഭിക്കാനൊക്കെ ദൈവം ഓരോരുത്തരെ ഇടയാക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹം പ്രാപിപ്പാനും ദൈവനാമം മഹപ്പെടുവാനും ദൈവം ഇടയാക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. സകല ഞങ്ങളുടെ കാര്യങ്ങളേക്ക് ഏൽപ്പിക്കുക. പ്രാർത്ഥന കേട്ടിരിക്കുക. ഈ സ്തോത്രം കർത്താവിന്റെ ഇഷ്ടമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. താങ്ക് യു ജിജിമോൾ. അടുത്തതായി റൂബിൾ ജോബി ചെന്നൈയിൽ നിന്ന് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കായി 2 ഗാനങ്ങൾ ആലപിക്കുന്നത്. യേത്ര നല്ലവൻ അന്നാശ്രിത
ചുവപ്പായിരുന്നെൻ പാപങ്ങൾ ഹിമം പോൽ വെളുപ്പിച്ചവൻ എന്നെ മകളായി തീർത്തൊരുവൻ കഠിനമായിരുന്നെൻ പാപത്തിൻ ശിക്ഷയായി രുധിരം ചൊരിഞ്ഞൊരുവൻ എന്റെ ശാപമകറ്റിയവൻ കടും ചുവപ്പായിരുന്നെൻ പാപങ്ങൾ ഹിമം പോൽ വെളുപ്പിച്ചവൻ എന്നെ മകളായി തീർത്തൊരുവൻ കഠിനമായിരുന്നെൻ പാപത്തിൻ ശിക്ഷയായി രുധിരം ചൊരിഞ്ഞൊരുവൻ എന്റെ ശാപമകറ്റിയവൻ പാപമറിയാത്തവനേ പാപമായി തീർത്തതെന്തേ പാപമറിയാത്തവനേ പാപമായി തീർത്തതെന്തേ നമ്മളവനിൽ ദൈവനീതിയായി തീരുവതിനായി തന്നെ നമ്മളവനിൽ ദൈവനീതിയായി തീരുവതിനായി തന്നെ ആഴത്തിൽ നിന്നെ കരകയറ്റുവാനീ ഊഴിയിലിറങ്ങിയവൻ ഈ ഏഴയെ വിടുവിച്ചവൻ കരം പിടിച്ചെന്നയാ സ്വർഗപിതാവിൻ കരങ്ങളിലേൽപ്പിച്ചവൻ സ്വയം കൈവിടപ്പെട്ടൊരുവൻ ആഴത്തിൽ നിന്നെ കരകയറ്റുവാനീ ഊഴിയിലിറങ്ങിയവൻ ഈ ഏഴയെ വിടുവിച്ചവൻ കരം പിടിച്ചെന്നയാ സ്വർഗപിതാവിൻ കരങ്ങളിലേൽപ്പിച്ചവൻ സ്വയം കൈവിടപ്പെട്ടൊരുവൻ പാപമറിയാത്തവനേ പാപമായി തീർത്തതെന്തേ പാപമറിയാത്തവനേ പാപമായി തീർത്തതെന്തേ നമ്മളവനിൽ ദൈവനീതിയായി
നമ്മുടെ സംശയങ്ങൾ ഡോക്ടറിനോട് ചോദിക്കുവാനായിട്ട് നമ്മൾ കടന്നു വന്നിരിക്കുന്ന സിസ്റ്റർ ഷേർലി, സിസ്റ്റർ ബീന, അലകമോൾ, സിസ്റ്റർ ലിസി. ഇവർ ചോദ്യങ്ങൾ ഡോക്ടറിനോട് ചോദിക്കും. ഡോക്ടർ എൻ്റെ സംശയം നമുക്ക് സോൾവ് ചെയ്ത് തരും. ഇനി സമയം കളയാതെ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. വെൽക്കം ടു ദ പ്രോഗ്രാം, ഡോക്ടർ. Thank you for joining us. Thank you, sister. Praise the Lord. Praise the Lord. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾക്ക് ഇങ്ങനെ ഒരവസരം കൂടി ദൈവം ഒരുക്കി തന്നതോർത്ത് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ടോക്ക് ടു ദ ഡോക്ടർ എന്നുള്ള പ്രോഗ്രാമിന്റെ 7ാമത്തെ മീറ്റിംഗ് ആണ് ഇന്ന് നടക്കുന്നത്. കഴിഞ്ഞ 6 മീറ്റിങ്ങും വളരെ അനുഗ്രഹമായി നടക്കുവാൻ ദൈവം സഹായിച്ചു. അത് അനേകർക്ക് പ്രയോജനപ്രദമായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇന്നും ആ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന ഡോക്ടർ ചാൾസ് എബ്രഹാം എന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വളരെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഡോക്ടറെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാൻഡത്ത് ഫോർ ദ ലിവിംഗ് വേർഡിന്റെ പേരിലും ഞങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ പാനലിന്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാവുന്നതാണ്. മനുഷ്യനെ ദൈവം അതിശയമായിട്ടും ഭയങ്കരമായിട്ടും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. അതുപോലെ ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠമായതും മനുഷ്യ സൃഷ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഈ നാളുകളിലൊക്കെ രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ വളരെ വർദ്ധിച്ച ഒരു കാലഘട്ടമാണ് ആയിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്നു എങ്കിലും ഈ നാളുകളിൽ അത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അനേകർക്ക് പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. അതിനായിട്ടാണ് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കി തരുവാൻ ഡോക്ടർ നമ്മുടെ മധ്യത്തിലുണ്ട്. അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഡോക്ടർ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മളുടെ ഓഡിയൻസിൽ നിന്ന് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് കുറച്ച് ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ചോദിക്കുന്നത്. ശരീരഭാരം വർദ്ധിക്കുന്നത് നമ്മുടെ അസ്ഥികളെ എങ്ങനെ ബാധിക്കും? അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? Thank you, sister. Thank you for inviting me again. And straight away ഈ പ്രോഗ്രാമിലേക്ക് അങ്ങ് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഹൗ ഡസ് വെയിറ്റ് ഗെയിൻ അഫക്ട് അവർ ബോൺ ആൻഡ് ജോയിന്റ്സ്? വെയിറ്റ് ഗെയിൻ ഇംഗ്ലീഷിൽ ഒബേസിറ്റി എന്നാണ് പറയുന്നത്. ഒബേസിറ്റി എന്ന് പറഞ്ഞാൽ വെൻ യുവർ വെയിറ്റ് ഈസ് മോർ ദാൻ വാട്ട് ഈസ് യുവർ നോർമൽ വെയിറ്റ്. നമ്മുടെ നോർമൽ വെയിറ്റിനെക്കാളും കൂടുതലാണെങ്കിൽ ഇറ്റ് ഈസ് ഒബേസിറ്റി. ആൻഡ് ദാറ്റ് വെയിറ്റ്, ആ വെയിറ്റ് നമ്മുടെ ഹൈറ്റിന്റെ അനുസരിച്ച് ഒരു ടേബിൾ ഉണ്ട്. ഹൈറ്റിന്റെ അനുസരിച്ച് ഒരു റിക്വയർഡ് വെയിറ്റ് ഉണ്ട്. അതിൽ കൂടിക്കഴിഞ്ഞാൽ യു ബിക്കം ഓവർ വെയിറ്റ്. അതിലും കൂടിക്കഴിഞ്ഞാൽ ഒബേസിറ്റി എന്ന് പറയും. അപ്പം വെയിറ്റ് കൂടുമ്പം ഇറ്റ് അഫക്ട്സ് ദ ബോൺ. ശരീരത്തിന് അത് അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ചെരുപ്പ് തന്നെ കണ്ടാല് ഒത്തിരി ഭാരമുള്ള ഒരാള്, ഒരു ഓവർ വെയിറ്റ് ഒരാള് ചെരുപ്പ് ഇട്ടാല് ആ ചെരുപ്പ് പെട്ടെന്ന് തേഞ്ഞു പോകുന്നു. പക്ഷെ വലിയ വെയിറ്റ് കുറഞ്ഞ ആള് ആ ചെരുപ്പിന്റെ ലൈഫ് വിൽ ലാസ്റ്റ് ലോങ്, കൂടുതൽ ലാസ്റ്റ് ചെയ്യും. സോ ഇറ്റ് ഈസ് ബേസിക്കലി ഒരു മെക്കാനിക്കൽ പ്രോബ്ലം. ഓവർ യൂസ്, എക്സ്ട്രാ യൂസ്, ഓവർ വെയിറ്റ് വരുമ്പം അതിലൊരു സ്ട്രെസ് വരുന്നു. സോ ഒബേസിറ്റി വരുമ്പം, വെയിറ്റ് കൂടുമ്പം നമ്മുടെ മുട്ടിന്, നീ ജോയിന്റ്, കാൽമുട്ടിന്, ഹിപ്പ് ജോയിന്റ്, ഏണിന്, സ്പൈൻ, ഈ 3 ജോയിന്റ്സിനും കൂടുതൽ എഫക്ട് വരുന്നു. കാരണം ഇത് 3മാണ് നമ്മൾ നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും നമ്മുടെ ബോഡി വെയിറ്റ് താങ്ങുന്നത്. സോ ഈ ജോയിന്റിൽ കൂടുതൽ സ്ട്രെസ് വരുന്നുണ്ട്. സ്ട്രെസ് വരുമ്പം ലിഗമെന്റ്സ് ആർ സ്ട്രെച്ച്ഡ്, ലിഗമെന്റ്സ്, മസിൽ സ്ട്രെച്ച് ആകുന്നു, മസിലിന് ഓവർ ആക്ട് ചെയ്യേണ്ടി വരുന്നു. ഒരു കണക്ക്, സയന്റിഫിക് കണക്ക് എന്ന് പറഞ്ഞാൽ 1 കിലോ കൂടുമ്പം നമ്മുടെ മുട്ടിന്, നീ ജോയിന്റിന് വരുന്ന സ്ട്രെസ് 3 കിലോ കൂടുതൽ വരുന്നുണ്ട്. സോ എവറി ടൈം യു ഗെയിൻ 1 kg, യുവർ നീ ഈസ് ഗോയിങ് ടു ക്യാരി 3 kg മോർ. കാരണം 1 kg മാത്രമല്ല കൂടേണ്ടത്, ആ 1 kg വരുമ്പോഴത്തേക്കിന് അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള
മസിൽസ് വർക്ക് ചെയ്യുമ്പം അത് 3 times കൂടിന്റെ മുട്ടിൽ 3 times വെയിറ്റ് ബെയർ ചെയ്യേണ്ടി വരുന്നു. സോ ബേസിക്കലി ഇറ്റ് കോസസ് ബാക്ക് പെയിൻ, നീ പെയിൻ, ഹിപ്പ് പെയിൻ വെയിറ്റ് കൂടുമ്പം. രണ്ടാമത് ഈ വെയിറ്റ് കൂടുമ്പം ഇറ്റ് ഈസ് നോട്ട് മസിൽ മാസ്, നമ്മുടെ മസിലിന്റെ വെയിറ്റ് അല്ല കൂടുന്നത്, ഇറ്റ് ഈസ് ദി ഫാറ്റ്. കൊഴുപ്പ് കെട്ടിക്കിടക്കുന്നതാ ആക്ച്വലി ഓവർ വെയിറ്റ് എന്ന് പറയുന്നത്. മസിലിന്റെ വെയിറ്റ് കൂടുമ്പോഴും വെയിറ്റ് കൂടും, പക്ഷെ അത് എക്സസൈസ് ചെയ്യുമ്പോഴാണ് വരുന്നത് മസിൽ മാസ് കൂടുന്നത്. എക്സസൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫാറ്റും കുറയും. സോ ദിസ് ഈസ് നോട്ട് എ ഗുഡ് വെയിറ്റ് ഗെയിൻ. ഒബസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് മസിൽ വെയിറ്റ്, ഇറ്റ് ഈസ് എ ഫാറ്റ് വെയിറ്റ്. സോ നല്ലതല്ല. അപ്പൊ ഈ ഫാറ്റ് സ്കിന്നിന്റെ അടിയിലായിരിക്കും കൂടുതലും ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. സ്കിന്നിന്റെ അടിയിലും ഉണ്ട്, വയറിന്റെ അകത്തും ഉണ്ട്, ലിവറിലുണ്ട്. അതാ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ബോണിന്റെ അകത്തും മജ്ജയ്ക്കകത്തും വരും. സോ ബോൺ മാരോ ഫാറ്റ് ഇൻക്രീസസ്. ഇങ്ങനെ വരുമ്പോൾ ബോണിന്റെ ഡെൻസിറ്റിയും കുറയാനുള്ള ചാൻസസ് ഉണ്ട്. സോ വെയിറ്റ് കൂടുമ്പം ജോയിന്റ്സിന്റെ സ്ട്രെസ് കൂടുന്നു, പെയിൻ വരുന്നു. വെയിറ്റ് കൂടുമ്പം ബോണിന്റെ ഡെൻസിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ വെയിറ്റ് കൂടുമ്പം നമുക്ക് നടക്കുമ്പോഴൊക്കെ ദ ടെൻഡൻസി ടു ഫോൾ, ദ റിസ്ക് ടു ഫോൾ റിസ്ക് കൂടുന്നു. ഫോൾ റിസ്ക് കൂടുമ്പം compounded with the fact that you have low density, ഡെൻസിറ്റിയും കൂടെ കുറഞ്ഞു പോകുമ്പോൾ the chance of fractures കൂടാനും ചാൻസ് ഉണ്ട്. സോ 3 main effects വെയിറ്റ് കൂടുമ്പോൾ വരുന്നത്: ബോഡി പെയിൻ, എസ്പെഷ്യലി ബാക്ക് പെയിൻ, joint pains, decreased bone density, and the risk of fractures on minor fall, trivial fall. Thank you. താങ്ക് യു ഡോക്ടർ. ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം? ഫുഡിലും പിന്നെ എക്സസൈസിലും അങ്ങനെ ആയിരിക്കും അല്ലേ? വെയിറ്റ് ഗെയിൻ സ്റ്റോപ്പ് ചെയ്യണം, വെയിറ്റ് ഗെയിൻ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി ഫുഡില്ല. നമ്മളിപ്പോൾ ഒത്തിരി ജങ്ക് ഫുഡ് കഴിക്കുന്നുണ്ട്. വേണ്ടിയ ഫാറ്റ് വേണം, പക്ഷെ വേണ്ടിയ ഫാറ്റിനേക്കാളും കൂടുതൽ നമ്മൾ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് വേണ്ടിയ കാലറി, നമ്മൾ വിചാരിക്കും കാലറി ബോഡിക്ക് എനർജി തരുന്നതാണ്. ശരിയാ, പക്ഷെ എക്സ്ട്രാ കാലറി കഴിച്ചാൽ നമ്മുടെ ബോഡിക്ക് ഒരു മെക്കാനിസം ഉണ്ട് ഈ എക്സ്ട്രാ കാലറി എല്ലാം സ്റ്റോർ ചെയ്യാനുള്ളത്. ആൻഡ് ദാറ്റ് സ്റ്റോറേജ് ഈസ് ഫാറ്റ്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ കാലറി കഴിക്കുന്നു, ലൈക്ക് ഷുഗർ, സോഫ്റ്റ് ഡ്രിങ്ക്സ് അത് ഇഷ്ടം പോലെ ഷുഗർ ഉണ്ട്, സ്വീറ്റ്സ്. അപ്പോൾ ഇതെല്ലാം കഴിക്കുമ്പോഴും നമുക്ക് വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ, നമ്മൾ അതനുസരിച്ച് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഈ എക്സ്ട്രാ കാലറി എല്ലാം കൂടെ ഫാറ്റിന്റെ രീതിയിൽ ഡെപ്പോസിറ്റ് ആയി പോകുന്നു. സോ മെയിൻലി ഇറ്റ് ഈസ് ഡയറ്റ്. സെക്കൻഡ് ഈസ് എക്സസൈസ്. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ എക്സ്ട്രാ കാലറി ബേൺ ഔട്ട് ചെയ്യുക. വി ആർ യൂട്ടിലൈസിങ് ദ കാലറി ആൻഡ് പ്രിവെന്റിങ് ഇറ്റ്. അത് പിന്നെ ഡെപ്പോസിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രിവെന്റ് ചെയ്യുന്നു. സോ എക്സസൈസ് ആൻഡ് കൺട്രോൾഡ് ഡയറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. എൻ്റെ പേര് ബീന, മീനടത്ത് നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നു. അടുത്ത ഒരു ചോദ്യം ഉള്ളത്, ഓസ്റ്റിയോപൊറോസിസ് എന്നാൽ എന്താണ്? ഈ ഓസ്റ്റിയോപൊറോസിസ് എങ്ങനെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും? ഇതിനെപ്പറ്റി പറയാമോ? ഓസ്റ്റിയോപൊറോസിസ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഓൾറെഡി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തതാ. ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ ബോൺ, പൊറോസിസ് എന്ന് പറഞ്ഞാൽ പോർസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഹോൾസ് ഓട്ടകൾ വരുന്നതാ ഓസ്റ്റിയോപൊറോസിസ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ദി ക്വാളിറ്റി ഓഫ് ദ ബോൺ ഈസ് സെയിം. ക്വാളിറ്റി എന്ന് പറയുമ്പം ദി കാൽഷ്യം കോണ്ടന്റും ദ പ്രോട്ടീൻ കോണ്ടന്റും ബോണിന്റെ സെയിം ആണ്. ഇത് രണ്ടുമാ ബോണിന്റെ മെയിൻ കോമ്പണൻസ്, പ്രോട്ടീൻ ആൻഡ് കാൽഷ്യം. പക്ഷേ ആ ക്വാളിറ്റി സെയിം ആ, പക്ഷെ ഇറ്റ്സ് ഓൾ ഫുൾ ഓഫ് ഹോൾസ്. അതിന് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയും. അപ്പൊ ഹോൾസ് വീണാലും ബോണിന്റെ സ്ട്രെങ്ത് കുറയുന്നു. ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ബ്രേക്ക്, ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഓസ്റ്റിയോപൊറോസിസ്. രണ്ടാമത് ഞാൻ പറഞ്ഞായിരുന്നു, ഓസ്റ്റിയോപൊറോസിസ് ഈസ് പാർട്ട് ഓഫ് അവർ നോർമൽ ഏജിങ് പ്രോസസ്. പ്രായം ചെല്ലുന്നതിന്റെ ഒരു നോർമൽ പ്രോസസ്സാ. പ്രായമാകുമ്പം നമ്മുടെ ഓവറിയുടെ ഫങ്ഷൻ കുറയുന്നു, ഈസ്ട്രോജൻ ഹോർമോണിന്റെ ലെവല് കുറയുന്നു, നിൽക്കുന്നു. ഈസ്ട്രോജൻ ഹെൽപ്സ് ഇൻ പുട്ടിങ് ന്യൂ ബോൺ, പുതിയ ബോൺ ഫോം ചെയ്യാൻ വേണ്ടി ഈസ്ട്രോജൻ ഹെൽപ്പ് ചെയ്യുന്നു. അത് ഇല്ലാതെ വരുമ്പം ബോണിന് ചെറിയ ചെറിയ ഓട്ടകൾ വീഴുന്നു, ന്യൂ ബോൺ ഡിപ്പോസിഷൻ
വരുന്നില്ല. ദാറ്റ് ഈസ് ഓസ്റ്റിയോപോറോസിസ്. സോ ആദ്യം അറിയേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓസ്റ്റിയോപോറോസിസ് ഈസ് എ നാച്ചുറൽ ഏജിംഗ് പ്രോസസ് വിച്ച് ഹാസ് ബീൻ ഡിറ്റർമിൻഡ് ബൈ ഗോഡ്, ആൻഡ് ദിസ് ഈസ് ആസ് എ റിസൾട്ട് ഓഫ് ദി സിൻ ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ഇൻ ദി ഗാർഡൻ ഓഫ് ഏഡൻ. വെൻ ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പം നമ്മൾ പ്രായം ചെന്ന് മരിച്ചു പോകാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു. He wanted us to live long and to have fellowship with God. He never planned death for human beings. Death varan karanam is sin. So when man sinned, physiological changes undayi body il. So Adamine oru physical oru deportation or transfer മാത്രമല്ല വരുത്തിയത്. There is a change in his physical structure. How it happened, which generation it happened, we don't know. But many changes has happened. Pala changes in bodies vannitunde which was not initially planned. So aging was a result of sin. We have to accept it. We have to die. So osteoporosis നമുക്ക് മുടി നരയ്ക്കുന്ന പോലെയും കഷണ്ടി വരുന്ന പോലെയും ഒരു നോർമൽ പ്രോസസ്സാ, വിച്ച് ഷോസ് ദാറ്റ് വി ആർ നിയറിംഗ് ഡെത്ത്. നമ്മൾ മരണത്തോട് അടുക്കുന്നുണ്ടെന്നുള്ള ഒരു ഇതാ. സോ വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ് മെന്റലി ഫസ്റ്റ്. പിന്നെ ഹൗ ടു സ്റ്റോപ്പ് ഇറ്റ് എന്നുള്ള ആൻസർ, ദർ ഈസ് നോ വേ ടു സ്റ്റോപ്പ് ഇറ്റ്. പിന്നെ ഹൗ ടു പ്രിവെന്റ് ഇറ്റ് എന്നുള്ളതാ ബെറ്റർ ആൻസർ. അത് ചെയ്യാൻ വേണ്ടി മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ വെയിറ്റ് റിഡക്ഷൻ ഞാൻ ലാസ്റ്റ് ടൈം പറഞ്ഞു കാണും. After about 40 years, especially in women, estrogen നിൽക്കുമ്പം bone density കുറയുന്നു. അപ്പോൾ at 40 years, if your bone density is, അതിനൊരു യൂണിറ്റ് എന്ന് വെച്ചോ, 50 milligram per square meter എന്ന് വെച്ചു ഡെൻസിറ്റി. അപ്പൊ അത് 50 milligram per square meter ആണെങ്കിൽ, സ്ക്വയർ സെന്റിമീറ്റർ ആണെങ്കിൽ, അതൊരു 10 കൊല്ലം കഴിയുമ്പം 45 ആകുന്നു. 20 കൊല്ലം കഴിയുമ്പം 40 ആകും. അതിന്റെ അർത്ഥം യുവർ ബോൺ ഡെൻസിറ്റി ഈസ് ഡിക്രീസിങ്. സോ ഒരു 60 കൊല്ലം കഴിയുമ്പം 15 അല്ല ഒരു 10 60 ഇയേഴ്സ് ആകുമ്പം 15 40 ആകണമെങ്കിൽ, അത് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ, പ്രിവെന്റ് എന്ന് പറഞ്ഞാൽ അത് അത്ര വരാതിരിക്കണമെങ്കിൽ വാട്ട് ക്യാൻ വി ഡു? ദ ഇനിഷ്യൽ ബോൺ മാസ് കൂട്ടിയാൽ കൊള്ളാം. സോ ഇനിഷ്യൽ ബോൺ മാസ് 50 ആണെങ്കിൽ, suppose if we can make it 70, so at 40 years, 40 വയസ്സിൽ 70 ആണെങ്കിൽ 60 വയസ്സിൽ 10 കൂടെ കുറഞ്ഞു കഴിഞ്ഞാൽ 60 ആകത്തുള്ളൂ, or 60 ആകത്തുള്ളൂ. That means the initial bone mass നമുക്ക് കൂട്ടിയെടുക്കണം. That is called as peak bone mass, peak bone density. ആ peak bone density നമ്മുടെ യങ് ഏജിലാണ് വരുന്നത്. So it starts at a younger age. So right from the childhood, ചെറിയ പ്രായം തൊട്ട് തന്നെ നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ ബോണിലെ സ്ട്രെസ് കൂടുമ്പം ഡെൻസിറ്റി കൂടിക്കൊണ്ടിരിക്കും. സോ എക്സസൈസ് ആഫ്റ്റർ 40 ഇയേഴ്സ് നമ്മളെ വലുതായിട്ട് ഹെൽപ്പ് ചെയ്യത്തില്ല. ഡെഫിനറ്റ്ലി ബോണിന്റെ ഡെൻസിറ്റി കൂടും, പക്ഷേ ദ സിഗ്നിഫിക്കന്റ് ബോൺ ഡെൻസിറ്റി കൂടുന്നത് ചൈൽഡ്ഹുഡ് എക്സസൈസസ് ആണ്. സോ ഡു പ്ലെന്റി ഓഫ് ഫിസിക്കൽ വർക്ക്. ഇരുന്നുള്ള ജോലി ആണെങ്കിൽ എക്സസൈസ് ചെയ്യുക, ഇരുന്നുള്ള ജോലി അല്ലെങ്കിൽ ഫിസിക്കൽ വർക്ക് ധാരാളം മതി. ലിഫ്റ്റ് അവോയ്ഡ് ചെയ്യുക, സ്റ്റാർട്ട് ക്ലൈംബിംഗ് സ്റ്റെപ്സ്, ഷോർട്ട് ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യുക, സ്റ്റാർട്ട് വാക്കിംഗ്, ഡു ഹൗസ് ഹോൾഡ് വർക്ക്, ഡോണ്ട് ലെറ്റ് യുവർ സെർവൻസ് ഡു ഇഫ് യു ഹാവ്. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ വേലക്കാരത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുക, നമുക്ക് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ദീസ് ഹെൽപ്സ് ആസ് ടു ഇൻക്രീസ് അവർ ബോൺ ഡെൻസിറ്റി. ടീച്ച് യുവർ ചിൽഡ്രൻ ടു സ്റ്റാർട്ട് ഡൂയിങ് ഫിസിക്കൽ വർക്ക്. അവർ ചെറിയ പ്രായത്തിൽ തുടങ്ങിയാലേ നമ്മുടെ ഇനിഷ്യൽ പീക്ക് ഡെൻസിറ്റി കൂടത്തുള്ളൂ. ദെൻ നമുക്ക് ഓസ്റ്റിയോപോറോസിസ് വരുമ്പോഴും ഒരു 70-80 ഇയേഴ്സ് ആകുമ്പോൾ നമുക്ക് നല്ല റിസർവ് കാണും ബോഡിയിൽ. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, വെയിറ്റ് റിഡക്ഷൻ. വെയിറ്റ് കൂടിക്കഴിഞ്ഞാലും നമ്മുടെ ആക്ടിവിറ്റി, ഫിസിക്കൽ ആക്ടിവിറ്റി കുറയും, ഫാറ്റ് കൂടും, അപ്പം ബോൺ ഡെൻസിറ്റി കുറയും. തേർഡ് ഈസ് അവോയ്ഡ് certain foods, especially osteoporosis വരുന്ന certain foods like carbonated drinks. നമ്മുടെ ഈ ലിംക, പെപ്സി ഇതുപോലത്തെ carbonated drinks will cause osteoporosis. അപ്പൊ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്ന.
മെഡിസിൻസും ഓസ്റ്റോപോറോസിസ് കൊണ്ടുവരും. പക്ഷെ മെഡിസിൻസ് ആർ ടേക്കൺ ഫോർ ഡിസീസ്, നമുക്ക് അസുഖം വരുമ്പോൾ എടുക്കുന്ന. സോ വി കനോട്ട് സ്റ്റോപ്പ് ദാറ്റ്, വി ഹാവ് ടു ടേക്ക് ദാറ്റ് റിസ്ക്. സോ ദീസ് ആർ ദി മെയിൻ തിങ്സ്. നമ്മുടെ ഓസ്റ്റോപോറോസിസ് വരാതിരിക്കാനുള്ള മെയിൻ തിങ്സ് ആർ ഈ കാരണങ്ങൾ. മെയിൻലി ഇറ്റ് ഈസ് exercise during your youth and childhood. Thank you, doctor. Yeah. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് നമ്മുടെ ലിസി സിസ്റ്റർ ആയിരുന്നു. സിസ്റ്ററിന് അവിടെ കറണ്ട് ഇല്ലാതെ ആയിരിക്കുന്നു. ഓക്കെ, ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. എന്റെ പേര് ലിസി സാജു. ഞാൻ ട്രിവാൻഡ്രം പേയാട് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ കറണ്ട് ഇല്ല, അതിൻ്റെതായ വിഷമം ഉണ്ടെങ്കിലും നമുക്ക് ലഭിച്ചിരിക്കുന്ന ചോദ്യം നമ്മുടെ പ്രേക്ഷകരിൽ ആയിരിക്കുന്ന ഒരു മകളുടെ ചോദ്യമാണ്. എന്റെ അമ്മയ്ക്ക് റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടെന്ന് കണ്ടെത്തി. അതിന് ശാശ്വതമായ ഒരു ചികിത്സയില്ലെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു അസുഖത്തെ നാം എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നൊന്ന് വിവരിക്കാമോ? റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒറ്റ വാക്യെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പെർമനന്റ് ക്യൂർ ഇല്ല. കാരണം ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇമ്മ്യൂൺ വരുന്നതാ. വാട്ട് ഈസ് ഇമ്മ്യൂൺ? ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശക്തി. ഇപ്പോ നമ്മുടെ ബോഡിക്ക് എപ്പോഴും ഒരു ഡിഫൻസ് ഫോഴ്സ്, ഈവൻ നമുക്ക് ഒരു രാജ്യത്തിന് ഔട്ട്സൈഡ് എനിമീസ് വരാതെ, എനിമീസ് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്കൊരു ഡിഫൻസ് ഉണ്ട്. അപ്പൊ സിമിലർലി നമ്മുടെ ഫിസിക്കൽ ബോഡിയിലും ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി, ബാക്ടീരിയൽ, വൈറൽ ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. അതാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന, ഇമ്മ്യൂൺ എന്ന് പറയുന്ന മലയാളത്തില് പ്രതിരോധ ശക്തി എന്ന് പറയും. അത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു കഴിവാണ്. ആ പ്രതിരോധ ശക്തി പലർക്കും പലതായിരിക്കാം. അതായിരിക്കും ചിലവർക്ക് മഴ പെയ്യുമ്പോഴേ പനി പിടിക്കുന്നത്, ചിലവർക്ക് മഴയത്ത് നടക്കുമ്പോൾ പനി പിടിക്കും, ചിലർക്ക് അത് പനി പിടിക്കത്തില്ല. മഴയത്ത് എത്ര കളിച്ചാലും പനി പിടിക്കത്തില്ല. ദാറ്റ് ഈസ് ബിക്കോസ് അവർ ഇമ്മ്യൂണിറ്റി ഈസ് സ്ട്രോങ്. ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയിൽ ഒരു വ്യത്യാസം വരുന്നത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ നമുക്ക് അസുഖം വരുന്നു. അതിന്റെ ഒരു നല്ല ക്ലാസിക് എക്സാമ്പിളാ എയ്ഡ്സ് എന്ന് പറയുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന ഇമ്മ്യൂൺ അത് ഡെഫിഷ്യന്റ് ആവുന്നു. ഡെഫിഷ്യന്റ് ആവുമ്പോൾ നമുക്ക് വേറെ പല അസുഖങ്ങൾ വരുന്നു. അതാ ഓട്ടോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം, എയ്ഡ്സ് എന്ന് പറയുന്നത്. എയ്ഡ്സ് കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. എയ്ഡ്സ് വന്നാൽ വേറെ അസുഖങ്ങൾ പിടിക്കാൻ നമുക്ക് നല്ല ചാൻസ് ഉണ്ട്. ആ അസുഖം കൊണ്ടാണ് നമ്മൾ ആക്ച്വലി മരണപ്പെടുന്നത്. അപ്പൊ അത് ഓട്ടോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം. റുമറ്റോയിഡ് എന്ന് പറയുന്ന ഡെഫിഷ്യൻസി അല്ല, നമ്മുടെ ഇമ്മ്യൂണിന് ഒരു വ്യത്യാസം വരുന്നു. വ്യത്യാസം എന്ന് പറഞ്ഞാല് നമ്മുടെ സെയിം ബോഡിയെ ഒരു ഫോറിൻ ബോഡിയായി കണക്കാക്കിയിട്ട് നമ്മുടെ ബോഡിയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. നോർമലി ഒരു ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ കയറിയാൽ നമ്മുടെ ബോഡിക്ക് മനസ്സിലാവും നമ്മുടെ ബ്ലഡിൽ ബാക്ടീരിയ വന്നു, ഇത് നമ്മുടെ ബോഡിയുടെ ഭാഗമല്ല. സോ ലെറ്റ് us പ്രൊഡ്യൂസ് ഡിഫൻസ്. അപ്പോൾ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ ബാക്ടീരിയയും വൈറസിനെയും ആന്റിബോഡീസ് വന്ന് അതിനെ നഷ്ടപ്പെടുത്തുന്നു. പിന്നെ നമ്മൾ റിലീഫ് കിട്ടുന്നു. പക്ഷേ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ നമ്മുടെ ബോഡിയെ തന്നെ നോർമൽ ആണെന്ന് കണക്കാക്കാനുള്ള കഴിവ് മാറിപ്പോകുന്നു. അത് നമ്മുടേതല്ലെന്ന് വിചാരിച്ച് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ബോഡിയെ തന്നെ അത് ഡാമേജ് ചെയ്യുന്നു. അതുപോലെ പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ട് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെ. ഇൻ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അത് നമ്മുടെ ജോയിന്റിന്റെ ലൈനിങ്ങെ അറ്റാക്ക് ചെയ്യുന്നതാണ്. സൈനോവിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോയിന്റ്, എല്ലാ ജോയിന്റ്സിന്റെയും കവർ ചെയ്യുന്ന ഒരു ലൈനിങ് ഉണ്ട്. ആ ലൈനിങ്ങിനെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വരുന്നത്. സോ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ മെയിൻലി നമുക്ക് ജോയിന്റ് പെയിൻസ്, പിന്നെ നീര് വെക്കും, പിന്നെ ആ ജോയിന്റ് ഡാമേജ് ആകും. അതെല്ലാം പതുക്കെ ദ്രവിച്ചു പോകും, ഈട്ടനപ്പ് ആയി പോകും. അങ്ങനെ വരുമ്പം ജോയിന്റ് എല്ലാം ഡിഫോമിറ്റി വരും, ഷേപ്പ് മാറും, വല്ലാത്ത ഷേപ്പിലൊക്കെ ആയിപ്പോവും. പിന്നെ ജോയിന്റ് അങ്ങ് സ്റ്റിഫ് ആയി പോകും. അപ്പോ ദാറ്റ് ഈസ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. ഇതും നമ്മുടെ ആ ഓട്ടോ ഇമ്മ്യൂൺ ബോഡിയുടെ എഗെയിൻസ്റ്റ് ഉള്ള ആ ഇമ്മ്യൂണിന്റെ ലെവൽ അനുസരിച്ചിരിക്കും.
നല്ല പ്രോബ്ലം ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ട് വരും, ചെറുതായിട്ടേ വരത്തുള്ളൂ. സോ ഹൗ ടു സോൾവ്, ഇതിന് എന്താ ചെയ്യണം പറഞ്ഞാൽ ഇതിന്റെ അകത്ത് നമുക്ക് ആദ്യം അറിയേണ്ടത് നമ്മുടെ BP-യും ഷുഗറും പോലെ ഇത് നമുക്ക് മാറ്റിയെടുക്കാവുന്നതല്ല, കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഓട്ടോ ഇമ്മ്യൂൺ ആയതുകൊണ്ട് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. നമുക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന്. ജനറ്റിക്കാ, ഇത് ഫാമിലീസിൽ ഉണ്ടാകുന്നതാ. സ്റ്റിൽ വി ഡോണ്ട് നോ വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്. സോ നമുക്ക് ചെയ്യാവുന്ന ഇതിനെ ഒതുക്കി വെക്കാവുന്നതേ ഉള്ളൂ. ഒതുക്കി വെക്കണമെങ്കിൽ യു നീഡ് മെഡിസിൻസ്. അപ്പൊ മെഡിസിൻസ് കഴിച്ച് ആദ്യമേ ഡിറ്റക്ട് ചെയ്ത് മെഡിസിൻസ് കഴിക്കുവാണ് നമ്മൾ ഇതിനെ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്ട്രക്ഷൻസ്, ഈ ജോയിന്റ് ഡിസ്ട്രക്ഷൻസ് കുറയ്ക്കും. ബട്ട് സിവിയർ ഫോം ആണെങ്കിലും നമുക്ക് വലിയ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, പതുക്കെ ജോയിന്റ് ഡാമേജ് ആയി പോകും. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ഏത് ജോയിന്റ്സോ ഡാമേജ് ആകുന്നത് അതനുസരിച്ച് അതിൻ്റെ ആയിട്ടുള്ള ടാർഗറ്റഡ് ട്രീറ്റ്മെന്റ് ഉണ്ടാകും. മെയിൻലി നീ ജോയിന്റ്, കാൽമുട്ടും ഹിപ്പ് ജോയിന്റ്, ഏണിന്റെ ജോയിന്റിനാണ് മെയിൻലി എഫക്ട് ചെയ്യുന്നത്. സഹിക്കാവുന്ന വേദനയാണെങ്കിൽ അത് വെച്ച് നമുക്ക് സപ്പോർട്ടൊക്കെ വെച്ച് നടക്കാം. അത് മുഴുവൻ ഡാമേജ് ആയി പോയെങ്കിൽ ജോയിന്റ് റിപ്ലേസ്മെന്റ് അല്ലെങ്കിൽ സർജറിയേ ഉള്ളൂ നമുക്ക് ചോയ്സ്. പിന്നെ ഇനിഷ്യൽ സ്റ്റേജസിലൊക്കെ ഫിസിയോതെറാപ്പി ഉണ്ട്. എസ്പെഷ്യലി റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ നമ്മുടെ മെയിൻലി ഹാൻഡ് ജോയിന്റ്സിനെ എഫക്ട് ചെയ്യുന്നത്, നമ്മുടെ കൈയുടെ ചെറിയ ചെറിയ വിരലുകളും റിസ്റ്റ് ജോയിന്റിനെ അഫക്ട് ചെയ്യുന്നത്. ഹാൻഡിനെല്ലാം ഡിഫോമിറ്റി വരും. അപ്പം ഡിഫോമിറ്റി ഇതുപോലെ പെയിൻ കൂടുമ്പം ഇതിന് കൂടിയും കുറഞ്ഞും ഇരിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. കൂടുമ്പം മെഡിസിൻസിന്റെ ഡോസ് കൂട്ടുക, ഫിസിയോതെറാപ്പി ചെയ്യുക. ഡിഫോമിറ്റി വരാതെ സ്പ്ലിന്റ് വെച്ചിട്ട്, സ്പ്ലിന്റ് എന്ന് പറയുമ്പം കയ്യിലൊക്കെ പ്ലാസ്റ്റർ പോലെയോ മെറ്റൽ വെച്ചിട്ട് എന്തെങ്കിലും സ്പ്ലിന്റ് വെച്ചിട്ട് ഡിഫോമിറ്റി വരാതെ ആ സമയത്ത് അത് പ്രിവെന്റ് ചെയ്യുക. ഇതൊക്കെ ആയിരിക്കും അതിന്റെ ട്രീറ്റ്മെന്റ്. വൺ ലൈനിൽ പറഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി ക്യൂർഡ്, അതിന് ചികിത്സിക്കാൻ പറ്റത്തില്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി പ്രിവെന്റഡ് ടു എ ലാർജ് എക്സ്റ്റെന്റ്. ഒരു നല്ല പരിധി വരെ നമുക്ക് മെഡിസിൻസ് കൊടുത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. താങ്ക് യു ഡോക്ടർ. ഗുഡ് ഈവനിങ് ഡോക്ടർ. എന്റെ പേര് അളക, ഞാൻ പൂഞ്ഞാറിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓഡിയൻസിൽ നിന്നാണ് നമുക്ക് എല്ലാ ചോദ്യങ്ങളും ലഭിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ലഭിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഡോക്ടർ. ഇതൊരു അമ്മയുടെ സംശയമാണ്. 15 വയസ്സുള്ള തന്റെ മകൾക്ക് അതികഠിനമായ കാലുവേദന അനുഭവപ്പെട്ടു. തുടർന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഓസ്റ്റിയോമൈലിറ്റിസ് എന്ന രോഗമാണ് എന്ന് കണ്ടെത്താനിടയായി. തുടർന്ന് 2 പ്രാവശ്യം സർജറി ചെയ്തു. എന്നാൽ ഇപ്പോഴും കാലിന് വേദന ഇടയ്ക്കിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഡോക്ടർ ഇതിനൊരു ശാശ്വത പരിഹാരം? ഓസ്റ്റിയോമൈലൈറ്റിസ് നമുക്ക് ബോണിൽ പഴുപ്പ് വരുന്നതാ ഓസ്റ്റിയോമൈലൈറ്റിസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോണിന്റെ പഴുപ്പും സോഫ്റ്റ് ടിഷ്യൂ, മാംസം അല്ലെങ്കിൽ സ്കിന്ന്, സോഫ്റ്റ് ടിഷ്യൂവിൽ പഴുപ്പ് വരുന്നതിനും വലിയ വ്യത്യാസമുണ്ട്. കാരണം ബോണിന്റെ ബ്ലഡ് സപ്ലൈ സോഫ്റ്റ് ടിഷ്യൂയുടെ ബ്ലഡ് സപ്ലൈക്ക് വ്യത്യാസമുണ്ട്. സോഫ്റ്റ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ബ്ലഡ് സപ്ലൈ ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പഴുപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിൽ വീട്ടിൽ വെച്ച് പൊട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ ആ പഴുപ്പെല്ലാം കൂടെ ഞെക്കിക്കളഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി 100-ൽ 90% ഹോസ്പിറ്റലിൽ പോകാതെ തന്നെ നമുക്ക് അത് ചികിത്സിക്കാൻ പറ്റും. മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ദൈവം തന്നിരിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഉണ്ട്. അപ്പൊ ഈ പഴുപ്പ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ബാക്ടീരിയ എല്ലാം കൂടെ വെളിയിൽ ചാടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസം കൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇത് ഹീലായി വരും. അതിനൊരു മെയിൻ റിക്വയർമെന്റ് എന്ന് പറയുന്നത്, മെയിൻ ആവശ്യം എന്ന് പറയുന്നത് ബ്ലഡ് സപ്ലൈ വേണം. ഈ ബ്ലഡ് സപ്ലൈയിൽ ഈ ബ്ലഡിൽ കൂടിയ ഈ ബാക്ടീരിയയെ കൊല്ലുന്നതും ടിഷ്യൂ റിപ്പയർ ചെയ്യുന്ന സെൽസ് എല്ലാം കൂടെ വരുന്നത്, ഡിഫൻസ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ് വരുന്നത്. ബോണിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബോണിൽ തിക്ക് ആയതുകൊണ്ട് ഈ സോഫ്റ്റ് ടിഷ്യൂ അല്ല നമ്മുടെ മാംസത്തിലെ പോലെയുള്ള ബ്ലഡ് സപ്ലൈ ഇല്ലാതെ വരുമ്പം അവിടെ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ബാക്ടീരിയ വളരെ സേഫാ. അത് അവിടെ വളർന്നു വരാനുള്ള കണ്ടീഷൻസ് ബാക്ടീരിയക്ക് ഫേവറബിളാണ്, ബ്ലഡ് സപ്ലൈ ഇല്ലാത്തതുകൊണ്ട്. അത് കാരണം ബാക്ടീരിയ അവിടെ വർദ്ധിക്കുന്നു, കൂടുതൽ ബോൺ ഡിസ്ട്രോയ് ആകുന്നു, പഴുപ്പ് വരുന്നു. സോ അതുകൊണ്ട് ഓസ്റ്റിയോമൈലൈറ്റിസ് എന്ന് പറയുന്നത് അക്യൂട്ട് പുതുതായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും ചികിത്സിച്ചില്ലെങ്കിൽ ക്രോണിക് ആയിട്ട് പോകും. ക്രോണിക് എന്ന് പറയുമ്പം ലോങ് ഡ്യൂറേഷനിൽ അത് കിടക്കും, മാറാതെ ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഇങ്ങനെ ക്രോണിക് ആയിട്ട് കിടക്കും. സോ ഈ കണ്ടീഷൻ ഇപ്പം പറഞ്ഞു കേട്ടിട്ട് അത് ക്രോണിക് ഓസ്റ്റിയോമൈലൈറ്റിസ് ആയി പോയി. ക്രോണിക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബീൻ ഗോൺ ഫോർ എ
ലോങ് ഡ്യൂറേഷൻ, മന്ത്സ് ആയിട്ട്, മാസങ്ങൾ അത് നടന്നു പോകുന്നു. അപ്പം രണ്ടാമത് വന്നത് പറയുന്നുണ്ട്. അപ്പൊ രണ്ടാമത് വന്നത് സെയിം സൈറ്റിലാണോ വേറെ സൈറ്റിലാണോ എന്ന് അറിയണം. സെയിം സൈറ്റ് ആണെങ്കിൽ അതിന്റെ കാരണം ആദ്യത്തെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ബാക്ടീരിയ ഇപ്പോഴും അവിടെ ഉണ്ട്. ആദ്യം ട്രീറ്റ്മെന്റ് ചെയ്തു, യൂഷ്വലി ഓപ്പറേഷൻ ചെയ്യും. ഓപ്പറേഷൻ ചെയ്ത് ബോൺ അങ്ങ് ഡീപ്പ് ആയതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് അവിടുത്തെ ഡാമേജ് ആയ ബോൺ എല്ലാം കൂടെ ചുരണ്ടി കളഞ്ഞ് ആന്റിബയോട്ടിക്സ് കൊടുത്ത് ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കേണ്ടി വരും. വായിക്കൂടെ ഗുളിയായിട്ട് പോരാ, കൊടുത്തിട്ട് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പൊ അന്നേരവും പിന്നെയും എവിടെയെങ്കിലും 1-2 ബാക്ടീരിയ അവിടെ കിടന്നു കഴിഞ്ഞാൽ, കാരണം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, നമ്മളിങ്ങനെ ചുരണ്ടുമ്പോഴും വി ആർ ഹോപ്പിംഗ് ദാറ്റ് എല്ലാം പോയെന്ന്, പിന്നെ നല്ലപോലെ വാഷ് ചെയ്യും. സ്റ്റിൽ അവിടെ എവിടെയെങ്കിലും ബാക്ടീരിയ കിടപ്പുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ മെക്കാനിസം, പ്രതിരോധ ശക്തി കുറയുമ്പം ഇതങ്ങ് വർദ്ധിക്കാൻ തുടങ്ങും, പെരുകി പിന്നെ ഇൻഫെക്ഷൻ വരാം. സോ സെയിം സൈറ്റിലാണെങ്കിൽ ഇനിഷ്യൽ സൈറ്റിൽ തന്നെ ആദ്യം വന്നിടത്ത് തന്നെ പിന്നെ എന്തെങ്കിലും ബാക്ടീരിയ സ്പെയർ ഉണ്ട്. വേറെ സൈറ്റിൽ ഈ വന്നെങ്കിൽ അവിടെ രണ്ടാമത് ഓപ്പറേഷൻ ചെയ്തെങ്കിൽ നമ്മുടെ ബോഡിയുടെ എവിടെയെങ്കിലും ഒരു ഇൻഫെക്ഷൻ കാണും. പ്രായം കുറഞ്ഞ പേഷ്യന്റ് ആണെങ്കിൽ, ലൈക്ക് യൂറിനറി ഇൻഫെക്ഷൻ, ചെവിയിലെ ഇൻഫെക്ഷൻ, ഇങ്ങനെയൊക്കെ ഇൻഫെക്ഷൻ വരുമ്പോഴും ഇത് ഇടയ്ക്ക് ഈ ബാക്ടീരിയ ബ്ലഡിൽ കൂടെ പോയിട്ട് ബോണിൽ വരുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ വരാം. സോ ആദ്യം നമുക്ക് അറിയേണ്ടത് ഈ രണ്ടാമത് ഇൻഫെക്ഷൻ വന്ന് പഴയ ഓപ്പറേഷൻ ചെയ്തെടുത്താണോ അല്ലെങ്കിൽ പുതിയ സൈറ്റിലാണോ. പുതിയ സൈറ്റിലാണെങ്കിൽ വേറെ എവിടെയെങ്കിലും സോഴ്സ് ഒന്നുകൊണ്ട് കണ്ടുപിടിച്ചിട്ട് അത് മാനേജ് ചെയ്തില്ലെങ്കിൽ പിന്നെയും വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പഴയ സൈറ്റിലാണെങ്കിൽ നമുക്ക് പിന്നെയും സർജറീസ് ചെയ്യാം. സർജറീസ് ചെയ്യുമ്പം പല സ്റ്റെപ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അതൊരു അങ്ങനെ വരുമ്പോൾ ഒരു നല്ല ഓർത്തോപെഡിക് സർജന്റെ അടുത്ത് പോയി നല്ല സെന്ററിൽ പോയിട്ട് ചെയ്യേണ്ടി വരും. കാരണം അതിന് അകത്ത് സിമെന്റ് ബീഡ്സ്, ബോണിന്റെ അകത്ത് സിമെന്റ് വെക്കാറുണ്ട്. സിമെന്റിന്റെ അകത്ത് ആന്റിബയോട്ടിക്സ് ഒഴിച്ച് അതിൻ്റെ അകത്ത് വെക്കാറുണ്ട്. കാരണം ബ്ലഡ് സപ്ലൈ ബോണിൽ കുറവാണ്. അപ്പൊ നമ്മൾ എത്ര ആന്റിബയോട്ടിക്സ് ഞരമ്പ് വഴി കൊടുത്താലും ബോണിൽ എത്തത്തില്ല. അപ്പൊ അത് കാരണം നമ്മൾ ലോക്കൽ ഡെലിവറി കൊടുക്കും സിമെന്റിന്റെ അകത്ത്. സിമെന്റ് അകത്ത് ഹൈ കോൺസെൻട്രേഷൻ ആന്റിബയോട്ടിക്സ് ഇട്ടിട്ട് സിമെന്റ് കുഴച്ച് സോളിഡ് ആക്കിയിട്ട് ഈ ഓസ്റ്റിയോമൈലൈറ്റിസ് ഉള്ള ഭാഗത്തിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്യും. പിന്നെ അത് ഗ്രാജുവലി അതിൽ നിന്ന് ആന്റിബയോട്ടിക്സ് ഇറങ്ങി ആ ലോക്കൽ ബാക്ടീരിയ എല്ലാം കൊന്നിട്ട് പിന്നെ നമ്മൾ ഈ സിമെന്റ് ബീഡ് മാറ്റിയെടുക്കും. ഇങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ട്. ഇതും കൊണ്ടും ശരിയായില്ലെങ്കിൽ ഈ ഡാമേജ് ബോണിനെ എല്ലാം നമ്മൾ മുറിച്ച് കളഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വരും. പിന്നെ വെളിയിൽ റിംഗ് പോലെ വെച്ചിട്ട്, ഇല്ലിസാറോ എന്ന് പറയും, റിംഗ് പോലെ വെച്ചിട്ട് ഈ ബോൺ ഹീൽ ചെയ്യാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടി വരും. സോ ഇതൊക്കെ പല സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് രണ്ടാമത് 2 സർജറി കഴിഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് ഫൈൻ. പിന്നെയും വരുന്നുണ്ടെങ്കിൽ ഒരു നല്ല സെന്ററിൽ പോയി കാണിക്കുന്നതായിരിക്കും അഡ്വൈസബിൾ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. വളരെ നല്ല ഒരു ഇൻഫർമേഷൻ ആണ് നമുക്ക് ലഭിച്ചത്. അതുപോലെ അടുത്തതായിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, എൻ്റെ സഹോദരിക്ക് കോളർ ബോൺ പൊട്ടിയിട്ടുണ്ട്. 3 മാസം മുമ്പേ കോളർ ബോൺ പൊട്ടിയിട്ടുണ്ട്. അത് ഇതുവരെ സുഖപ്പെടുന്നില്ല. എല്ലിന് ചുറ്റും പാടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതിനാൽ തകർന്ന അസ്ഥികൾക്കിടയിൽ ഒരു വിടവുണ്ട്. ഈ അസ്ഥി സുഖപ്പെടുമോ? ഇതിൽ നിന്നൊരു വിടുതലുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോളർ ബോൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഷോൾഡറിന്റെ ഈ ഭാഗത്തെ ബോണ. അത് ഫ്രാക്ചർ ആവുമ്പോൾ ഒരു മോർ ദാൻ 99% കോളർ ബോൺ ഫ്രാക്ചറും അത് കൂടും. അത് കൂടാതിരിക്കത്തില്ല. കൂടാതിരിക്കുന്നത് സിവിയർ ഫോൾ വന്നിട്ട്, വളരെ ഫോഴ്സ് ആയിട്ട് ഫോൾ വന്നിട്ട് അതിന്റെ ഇടയിലെ മാംസം കയറി ഈ 2 ബോൺ പൊട്ടിപ്പോയ 2 എൻഡ്സും അടുത്ത് വരാതുള്ള രീതിയിൽ മാംസം കയറി പോയാലേ അത് കൂടാതെ വരത്തുള്ളൂ. ഈ ക്വസ്റ്റ്യൻസിന്റെ അകത്ത് പല സംശയങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ 3 മാസം ആയതേ ഉള്ളൂ. ഒരു ബോൺ ഹീല് ചെയ്ത് ആദ്യം ബോൺ കൂടുമ്പം ആ പുതിയ എല്ല് വരുമ്പോൾ അതിൻ്റെ അകത്ത് കാൽഷ്യം ഡിപ്പോസിറ്റ് ചെയ്യത്തില്ല. അത് കാൽഷ്യം ഡിപ്പോസിറ്റ് ചെയ്യാത്ത ബോണാണ് വരുന്നത്. ബോൺ ടിഷ്യൂവാ, അത് ഹാർഡ് ആയിട്ടില്ല. അതൊരു ചപ്പാത്തി മാവ് പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ടിഷ്യൂ ആയിരിക്കും വരുന്നത്. അപ്പൊ അതില് ബോൺ ഡിപ്പോസിറ്റ് ചെയ്ത് ബോൺ നമുക്ക് എക്സ്റേയിൽ കാണാവുന്ന രീതിയിൽ വരണമെങ്കിൽ
3 മാസം പിടിക്കും. അപ്പൊ ഇപ്പൊ 3 മാസം ആയെങ്കിൽ അതിൻ്റെ അകത്ത് ഫുൾ ബോൺ കൂടാനുള്ള സമയം ആയിട്ടില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് ടു ഏർലി ടു സേ അത് കൂടിയിട്ടില്ലെന്ന് പറയാൻ. സെക്കൻഡ്ലി, ഇത് ഡോക്ടർ സർട്ടിഫൈ ചെയ്തതാണോ എന്ന് അറിയത്തില്ല. നമ്മൾ പലപ്പോഴും എക്സ്റേ എടുത്ത് നോക്കിയിട്ട് നമ്മൾ തന്നെ തീരുമാനിക്കും ഇത് കൂടിയില്ല, അവിടെ ഒരു വിടവുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു കോളർ ബോണിൽ ഇങ്ങനെ ഒരു സംശയം, ഇങ്ങനെ കൂടാതിരിക്കുന്ന ചാൻസസ് വളരെ വളരെ കുറവായതുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നത് പേഷ്യന്റ് തന്നെ എക്സ്റേ നോക്കിയിട്ട് ആലോചിച്ചെടുത്ത ഒരു പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. പിന്നെ രണ്ടാമത് സ്കാർ ടിഷ്യൂ. ഈ സ്കാർ ടിഷ്യൂ ഈസ് നോർമൽ, അതൊരു അബ്നോർമൽ അല്ല. നമ്മുടെ തൊലി മുറിഞ്ഞാലും അവിടെ ഹീൽ ആകുമ്പം നോർമൽ തൊലി അല്ല കാണുന്നത്, നമ്മൾ ഒരു സ്കാർ കാണും. സോ എവിടെ ഒരു ഇഞ്ചുറി ഉണ്ടായാലും സ്കാർ ടിഷ്യൂ വരും. പിന്നെ ബോണിന്റെ ചുറ്റും സ്കാർ ടിഷ്യൂ വരുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. ബോണിന്റെ ബിറ്റ്വീൻ, ബോണിന്റെ ഇടയ്ക്ക്, ഈ 2 ബോണിന്റെ ഇടയ്ക്ക് സ്കാർ ടിഷ്യൂ വരാൻ പാടില്ല. 2 ബോണിന്റെ ഇടയ്ക്ക് ബോൺ ടിഷ്യൂ വരണം. സ്കാർ എന്ന് പറയുമ്പോൾ ഫൈബ്രസ് ടിഷ്യൂ ആണ്. അപ്പൊ ഇതും ഈ ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടി? ബോണിന്റെ ചുറ്റും സ്കാർ ടിഷ്യൂ എന്നുള്ളതും എനിക്കൊരു സംശയമുണ്ട്, അത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന്. പിന്നെ ഗ്യാപ്പ്, ഇതുവരെയും ഗ്യാപ്പ് കൂടാനുള്ള സമയം ആയി വരുന്നതേ ഉള്ളൂ. എക്സ്റേ ഇത് തെളിഞ്ഞു വരാനുള്ള സമയം ആയിട്ടില്ല. അതുകൊണ്ട് അതൊരു എക്സ്പേർട്സിനെ കാണിച്ചിട്ട് വേണം തീരുമാനിക്കേണ്ടത് അത് ശരിക്കും കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കൂടിയിട്ടുണ്ടെങ്കിൽ എക്സ്റേയിൽ അത് ഗ്യാപ്പ് ഉണ്ടെങ്കിലും നമുക്ക് കൈ അനക്കാൻ പറ്റും, വേദന കാണത്തില്ല. കൂടിയിട്ടില്ലെങ്കിൽ വേദന എടുക്കും, അവിടെ ബോൺ തമ്മിൽ ഒരേന്ന് നമുക്ക് ഫീലിംഗ് വരും. അതില്ലെങ്കിൽ ബോൺ കൂടിയിട്ടുണ്ടെന്ന് അതിന്റെ അർത്ഥം. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഡോക്ടർ. അടുത്ത ഒരു ചോദ്യം ലഭിച്ചിരിക്കുന്നത്, ഏത് പ്രായത്തിലാണ് സ്കോളിയോസിസ് ആരംഭിക്കുന്നത്? ജീവിതശൈലിയിലൂടെ നമുക്കത് മാറ്റുവാൻ സാധിക്കുമോ? ഇതിനെപ്പറ്റി ഒന്ന് പറയാമോ? സ്കോളിയോസിസ് എന്ന് പറയുമ്പം നമ്മുടെ നട്ടലിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന സ്പൈനിന്റെ ഒരു ഷേപ്പ് വ്യത്യാസത്തിനാണ് സ്കോളിയോസിസ് എന്ന് പറയുന്നത്. അപ്പം ഈ സ്പൈന് നേരെ ഇരിക്കുന്ന സ്പൈന് സൈഡിലോട്ട് വളയുമ്പോഴാണ് സ്കോളിയോസിസ് എന്ന് പറയുന്നത്. കഴിഞ്ഞാൽ അത് എസ് പോലെയാവും. ഐ പോലെ ഇരിക്കേണ്ട സ്പൈൻ എസ് പോലെയാവുമ്പോൾ അതിന് സ്കോളിയോസിസ് എന്ന് പറയും. ഫസ്റ്റ് ക്വസ്റ്റിന് ഏത് ഏജിലാണെന്ന്. ഉണ്ടാകുമ്പോഴേ സ്കോളിയോസിസ് കാണാറുണ്ട്. അത് നമ്മുടെ നട്ടലിന്റെ ബോണിന്റെ ഡിഫോമിറ്റി വരുമ്പോഴാണ്. ചെറിയ പ്രായത്തിൽ സ്കോളിയോസിസ് കാണാറുണ്ട്. അത് നമ്മുടെ നെർവ്സും മസിൽസിന്റെയും പ്രോബ്ലം വരുമ്പോഴാണ്. നെർവ്സ് വീക്ക് ആകുമ്പം നമ്മുടെ ബോഡിയുടെ 2 സൈഡിലെ മസിൽസ് ഈക്വലി വർക്ക് ചെയ്യാതെ വരുമ്പം ഒരു സൈഡിലെ മസിൽ സ്ട്രോങ് ആകുമ്പോൾ മറ്റേ സൈഡിലെ മസിൽ വീക്ക് ആകുമ്പം പതുക്കെ വളയാൻ തുടങ്ങും. അപ്പം ന്യൂറോ അല്ലെങ്കിൽ മസ്കുലർ പ്രോബ്ലം വരുമ്പം ചെറിയ പ്രായത്തിൽ തന്നെ വളർന്നു വരുമ്പോഴേ സ്കോളിയോസിസ് തുടങ്ങാം. പക്ഷേ കൂടുതലും കാണുന്നത്, നമ്മൾ സാധാരണ കാണുന്ന സ്കോളിയോസിസ് അഡോളസെന്റ് സ്കോളിയോസിസ് എന്ന് പറയും. 10 to 18 years ആണ്. സ്കോളിയോസിസ് 2-3 ടൈപ്പ് ഉണ്ട്. ഒന്ന് കൺജനിറ്റൽ, ഉണ്ടാവുമ്പോഴേ ഉള്ളതാ. പിന്നെ ഏർലി ഓൺസെറ്റ് ലെസ് ദാൻ 10 years കാണുന്നതും. പിന്നെ അഡോളസെന്റ് സ്കോളിയോസിസ് 10 to 18 years കാണുന്നത് അഡോളസെന്റ് സ്കോളിയോസിസ്. അഡോളസെന്റ് സ്കോളിയോസിസ് ഏറ്റവും കോമൺലി കാണുന്നത്. അതിന് കൂടുതലും കാരണം അറിയത്തില്ല എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന്. പക്ഷെ അത് ഫാമിലീസിൽ കാണാറുണ്ട്, ജനറ്റിക് ആയിട്ടും കാണാറുണ്ട്. അത് പേരൻസിനുണ്ടെങ്കിൽ ചിൽഡ്രനിലും വരുന്നത് കാണുന്നുണ്ട്. അപ്പം അത് ഫസ്റ്റ് ആൻസർ ഈസ് ഏജ്. കോമൺലി യങ് ഗേൾസിനാണ് കാണുന്നത്, അഡോളസെന്റ് ഏജ് ഗ്രൂപ്പ് ഓർ അറൌണ്ട് പ്യൂബർട്ടി 10 to 18 years. പിന്നെ അത് പ്രിവെന്റ് ചെയ്യാനുള്ളത്, നമുക്ക് സ്പൈൻ സ്ട്രെങ്തൻ ചെയ്യാനുള്ള മസിൽസ് എക്സസൈസ് ആണ് ഇത് പ്രിവെന്റ് ചെയ്യേണ്ടത്. വാക്കിംഗ് നല്ല എക്സസൈസസ്. വാക്ക് ചെയ്യുമ്പം നമ്മുടെ ബോഡിയുടെ എല്ലാ മസിൽസും വർക്ക് ചെയ്യുമ്പം മസിൽസ് സ്ട്രോങ് ആകുമ്പം നമ്മുടെ സ്പൈനിനെ നേരെ വെച്ചുകൊണ്ടിരിക്കും. സെക്കൻഡ്ലി, ഓൾറെഡി സ്കോളിയോസിസ് ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് യൂഷ്വലി ഒരു ബെൽറ്റ് പോലെ കൊടുക്കും. അത് ഒരു സൈഡിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി മറ്റേ സൈഡിലോട്ട് വലിച്ചു കെട്ടിയിട്ട് ബെൽറ്റ് പോലെ കൊടുത്തിട്ട് സ്ട്രാപ്പ് ചെയ്ത് വെക്കും. ഫുൾ ബോഡി, മേള് തൊട്ട് ഷോൾഡർ തൊട്ട് നമ്മുടെ താഴെ ഇടുപ്പ് വരെ ബെൽറ്റ് കൊടുക്കും. ആ ബെൽറ്റ് കെട്ടിക്കൊണ്ട് വാക്കിംഗ് ഈസ് എ ഗുഡ് എക്സസൈസസ്. പിന്നെ സ്കോളിയോസിന് വേണ്ടി പല എക്സസൈസസ് ഉണ്ട്. അതിന്റെ കോമൺലി പറയുന്നത് സ്വിമ്മിങ്, നീന്തുന്ന എക്സസൈസ് തന്നെ നല്ലതാ. സ്വിമ്മിങ്ങിന്റെ ഒരു വീട്ടിൽ ചെയ്യാവുന്ന രീതിയിലുള്ള സ്വിമ്മിങ് പോലെ എക്സസൈസ് നമ്മൾ കമന്ന് കിടന്നുകൊണ്ട് ഒരു കൈ പൊക്കുമ്പം
ഓപ്പോസിറ്റ് കാല് പൊക്കുക. സ്വിമ്മിങ്ങിലും നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഒരു കൈ പൊക്കി മറ്റേ കൈ താത്തു വെക്കും, പിന്നെ മറ്റേ കൈ പൊക്കി. അപ്പൊ അതേപോലെ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് റൈറ്റ് ഹാൻഡ് പൊക്കുമ്പം ലെഫ്റ്റ് കാല് പൊക്കുക കമന്ന് കിടന്നുകൊണ്ട്, പിന്നെ ലെഫ്റ്റ് കൈ പൊക്കുമ്പം റൈറ്റ് കാല് പൊക്കുക. ഇതേപോലെ തന്നെ വേറെ പല എക്സസൈസസും കൂടെ ഉണ്ട്. ഇതെല്ലാം ഓൺലൈൻ പറയാൻ പറ്റുമില്ല. അത് യൂഷ്വലി ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവര് പറഞ്ഞു തരും. പക്ഷെ വാക്കിംഗ് ആൻഡ് എക്സസൈസ് മാത്രമല്ല, അത് സ്കോളിയോസിന്റെ ഡിഗ്രി അനുസരിച്ചും ഏജ് അനുസരിച്ചും യൂഷ്വലി ബ്രേസ് ഇത് സ്പ്ലിന്റ് വേണോ വേണ്ടോ എന്ന് അവർ ബെൽറ്റ് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കും. സർജറി വളരെ ചുരുക്കം പേർക്ക് സർജറിയും കൂടെ വേണ്ടി വരും. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ, അടുത്തായിട്ട് നമുക്ക് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ചോദ്യം, ലംബർ ഡിസ്ക് ഡിസ്ലൊക്കേഷന്റെ കാരണം എന്താണ്? നടുവേദനയുമായിട്ട് അതിന് ബന്ധമുണ്ടോ? ഇത് പ്രായമായിട്ടാണോ ഇത് ഉണ്ടാകുന്നത്? കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, എന്റെ L1 L2 പരസ്പരം അകന്നു പോകുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. ഇത് ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കുമോ എന്ന് പറയാമോ ഡോക്ടർ? ലംബാർ ഡിസ്ക് എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക്കാണ്. അത് ഞാൻ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻസുമായിട്ട് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. അതിന്റെ കാരണമെന്ന് പറയുന്നത്, ഈ ലംബാർ ഡിസ്ക് ഇപ്പം ഒരു തേർഡ് പേഴ്സൺ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ലംബാർ എന്തുവാന്ന് മനസ്സിലാകണം, ഡിസ്ക് എന്തുവാണെന്ന് മനസ്സിലാകണം. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പറയുന്ന എല്ലാം അവർക്ക് ബ്ലാങ്ക് ആയിട്ട് പോകും. നമ്മുടെ നട്ടൽ എന്ന് പറയുന്ന ഒരു മുമ്പ് പറഞ്ഞ പോലെ ഒരു സ്ട്രെയിറ്റ് ബോൺ ആണല്ലോ. അത് നമ്മൾ മീനിന്റെ നടുക്കത്തെ മുള്ളു നോക്കുമ്പോഴും കാണാം. നടുക്കത്തെ മുള്ളു മീനിൻ്റെത് അത് പല കണ്ണികളുണ്ട്. നമ്മളത് വളയ്ക്കുമ്പം ഓരോ കണ്ണിയുടെ ഇടയ്ക്ക് അത് ഒടിഞ്ഞു പോകും. സോ അതിന്റെ അർത്ഥം പല കണ്ണികളായിട്ടാണ് നമ്മുടെ നട്ടലിൽ വരുന്നത്. നമ്മുടെ മീനിന്റെ നടുക്കത്തെ മുള്ളു പോലെ നമുക്കും സ്പൈൻ ഉണ്ട്. അതാ ഈ തല കഴിഞ്ഞിട്ട് കഴുത്ത് തൊട്ട് താഴെ വരെ പോകുന്നത്. ഇതെല്ലാം ഓരോ കണ്ണികൾ ഒന്നിന്റെ മേളിൽ ഇങ്ങനെ ഒന്നായിട്ടിരിക്കുന്നതാണ്. അപ്പോ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ മീനിന്റെ മുള്ളിന്റെ നടുക്കൊരു ഒടിക്കുമ്പോൾ ഒരു നൂല് പോലെ കാണാം. അതാ അതിന്റെ സ്പൈനൽ കോഡ്. അതുപോലെ നമുക്കും നമ്മുടെ ഈ നട്ടലിന്റെ ഇടയ്ക്ക് ഒരു നല്ല കട്ടിക്കുള്ള സ്പൈനൽ കോഡ് ഉണ്ട്. ഈ സ്പൈനൽ കോഡ് പോകാൻ വേണ്ടി ഈ എല്ലാ ബോണിന്റെയും പുറകെ ഭാഗത്ത് ഒരു കാവിറ്റി ഉണ്ട്, ഹോള് പോലെ ഉണ്ട്. അതിന്റെ അകത്തോടെയാണ് സ്പൈനൽ കോഡ് കിടക്കുന്നത്. പക്ഷേ നട്ടലിന്റെ മെയിൻ ബോൺ ഉണ്ട്, അതൊരു കട്ടിക്കുള്ളൊരു ബോണാണ്. ഒരു ഇഷ്ടിക പോലെ വട്ടത്തില് കട്ടിക്കിരിക്കുന്നതാണ്. ഈ ഓരോ കണ്ണിയുടെ ഇടയ്ക്ക് ഒരു സോഫ്റ്റ് ചപ്പാത്തി മാവ് പോലെ സോഫ്റ്റ് മാംസം പോലെ സംഭവമുണ്ട്. അത് ലിക്വിഡ് അല്ല, ഒഴുകി പോകത്തില്ല, കുറച്ച് കട്ടിയായിട്ടിരിക്കും. അതിനാ ഡിസ്ക് എന്ന് പറയുന്നത്. ആ ഡിസ്ക് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ നട്ടൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വളഞ്ഞു പോകുന്നത്. ഇല്ലെങ്കിൽ അത് വടി പോലെ നേരെ ഇരുന്നേനായിരുന്നു. അപ്പൊ ഡിസ്ക് ഓരോ കണ്ണിയുടെ ഇടയ്ക്ക് ഡിസ്ക് ഉള്ളതുകൊണ്ട് ചെറിയ ഒരു മൂവ്മെന്റ് വരും. അത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഒരു വളവ് നമുക്ക് കുനിഞ്ഞ് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഡിസ്ക് അതിന്റെ ചുറ്റും ഒരു കവറിങ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഇതിങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന. അപ്പൊ ആ ഡിസ്ക് ചിലപ്പം പതുക്കെ ചില ഭാഗത്ത് പുറകോട്ട് ഒഴുകി വരുമ്പോൾ, അല്ലെങ്കിൽ മൊത്തത്തോടെ സ്ലിപ്പ് ആകത്തില്ല, അല്പം ഒഴുകി വന്ന് പുറകോട്ട് വന്ന് ഈ ഞരമ്പെ മുട്ടുമ്പോഴാണ് നമുക്ക് ഈ ലംബാർ ഡിസ്കിന് പ്രശ്നം വരുന്നത്. ഞരമ്പെ മുട്ടുമ്പോൾ ഞരമ്പ് എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് നമുക്ക് വേദന എടുക്കും. കഴുത്തിന്റെ ഞരമ്പുകളെല്ലാം കയ്യിലോട്ട് വരുന്നു, നടുവിന്റെ ഞരമ്പെല്ലാം കാലിലോട്ട് പോകും. ലംബാർ എന്ന് പറയുന്ന നടുവിന്റെ സ്പൈനിന് ലംബാർ എന്ന് പറയുന്നത്. കഴുത്തിന് സെർവൈക്കൽ എന്ന് പറയും, ബാക്കിന് തൊറാസിക് എന്ന് പറയും, നമ്മുടെ നടുവിന്റെ ലംബാർ എന്ന് പറയും. കൂടുതലും ഡിസ്ക് പ്രശ്നം ലംബാറിൽ വരുന്നു, പിന്നെ സെർവൈക്കലിലും കാണുന്നു. തൊറാസിക്കില് ഒട്ടും കാണാറില്ല. കാരണം നമ്മുടെ തൊറാസിക് ചെസ്റ്റിന്റെ ആ സ്പൈന് വാരിയല്ലോ ആയിട്ട് കണക്ട് ചെയ്ത് മുമ്പിൽ വരുന്നതുകൊണ്ട് അതെങ്ങനെ സ്റ്റിഫ് ആയിട്ടിരിക്കുന്നു, അവിടെ മൂവ്മെന്റ്സ് വരുന്നില്ല. അതുകൊണ്ട് ഡിസ്ക് അവിടെ സേഫാണ്. കഴുത്തിനും ബാക്ക്, ലോ ബാക്ക് ലംബാറിലും അത് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഡിസ്കിന് എപ്പോഴും അവിടെ പ്രഷർ വരും. അപ്പം ഡിസ്ക് ഇങ്ങനെ പ്രസ് ആകുന്നു, സ്ക്വീസ് ആകുന്നു മൂവ് ചെയ്യുമ്പോൾ. അങ്ങനെ വരുമ്പോൾ ഡിസ്ക് പതുക്കെ ചാടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ചാടിപ്പോയിട്ട് ഞരമ്പേ മുട്ടുമ്പോഴാണ് ഈ ഡിസ്ക് പ്രൊലാപ്സ്, ഡിസ്ക് ബൾജ്, ഡിസ്ക് ഹെർണിയേഷൻ എന്നൊക്കെ പറയുന്നത്.
ഡിസ്ക് ചാടി പോകുന്നതിന്റെ ഡിഗ്രിയാ ബൾജ്, പ്രൊലാപ്സ്, ഹെർണേഷൻ എന്നൊക്കെ പറയുന്നത്. ഏറ്റവും സ്മോളസ്റ്റ് സിമ്പിൾ ആയിട്ട് ഡിസ്ക് ചാടി വരുന്ന ഡിസ്ക് ബൾജ് എന്ന് പറയും. കുറച്ചുകൂടെ കൂടി അത് ചാടി വന്ന് ഞരമ്പെ മുട്ടുമ്പോൾ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയും. സോ അതൊക്കെ അതിന്റെ ഡിഗ്രി ഓഫ് ഡിസ്ക് ചേഞ്ചസിനെയാ ഈ പേരുകൾ കൊടുക്കുന്നത്. അപ്പം ബാക്ക് പെയിൻ ഇതിനൊരു കാരണമാണ്. ഡിസ്കിന്റെ പ്രശ്നം കൊണ്ട് ബാക്ക് പെയിൻ വരും. പിന്നെ ആ ബാക്ക് പെയിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ആ പെയിൻ നമ്മുടെ കാലിലോട്ട് ലംബാർ ആയതുകൊണ്ട് നമ്മുടെ കാലിലോട്ട് ഷോക്ക് അടിക്കുന്ന പോലെ വേദന വരും. ഏത് ഞരമ്പിലാണോ മുട്ടുന്നത് ആ ഞരമ്പ് പോകുന്ന വഴിക്കായിരിക്കും പെയിൻ വരുന്നത്. യൂഷ്വലി അത് L4 L5 കാണുന്നത്. കാരണം നമ്മുടെ നാലാമത്തെ ലംബാറും അഞ്ചാമത്തെ ലംബാറിന്റെ ഇടയ്ക്കുള്ള ഡിസ്കാ കൂടുതലും ചാടി വരുന്നത്. കാരണം ആ സെക്ഷനിലാ കൂടുതലും മൂവ്മെന്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതലും L4 L5 വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഞരമ്പ് പോകുന്ന വഴിക്ക് നമുക്ക് ഷൂട്ടിംഗ് പെയിൻ, ഷോക്ക് അടിക്കുന്ന പോലെ വേദന, മരയിപ്പ്, അവിടെ തൊടുമ്പോൾ സ്പർശനക്കുറവ്, ചിലപ്പം ബലക്കുറവും ഉണ്ടാവും. ബലക്കുറവെന്ന് പറയുമ്പം കാലിൽ നിന്ന് ചെരുപ്പ് തെന്നിപ്പോകുന്ന പോലെ തോന്നും. അല്ലെങ്കിൽ കാല് പൊക്കി ചവിട്ടാൻ മറ്റേ കാല് പോലെ പൊക്കി ചവിട്ടാൻ നമുക്ക് ബലം ഇല്ലാതെ വരും. ഇതെല്ലാം ഞരമ്പിന്റെ പ്രശ്നം കൊണ്ട് വരുന്ന, കാലിന്റെ കുഴപ്പമല്ല, ബാക്കില് ഡിസ്ക് ചാടി വന്ന് ഞരമ്പെ മുട്ടുന്ന കുഴപ്പമാണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ കുനിഞ്ഞ് ഒത്തിരി ഫിസിക്കൽ വർക്ക് ചെയ്യുമ്പം, നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിന് ഒത്തിരി കുനിയുമ്പം ഈ കണ്ണുകൾ തമ്മിൽ പ്രസ് ആകുമ്പം ഡിസ്ക് നമ്മൾ പിഴിയുന്ന പോലെ സ്ക്വീസ് ചെയ്യും. ഡിസ്ക് സ്ക്വീസ് ആകുമ്പം ഇതിങ്ങനെ ചാടി വരും. അതുകൊണ്ടാണ് കൂടുതലും ഈ വെയിറ്റ് എടുക്കുന്ന ജോലിയുള്ളവർക്ക് ഇങ്ങനെ പെട്ടെന്ന് കുനിയുമ്പോഴത്തേക്കിന് ചാടി വരുന്ന വേദന കൂടിയെന്ന് പറഞ്ഞ് വരുന്നത്. സോ മെയിൻ കോസ് ഈസ് ബെൻഡിങ് ഫോർവേഡ്സ്, ലിഫ്റ്റിംഗ് വെയിറ്റ്സ്. അല്ലാത്തവർക്കും കാണാറുണ്ട്. സിമ്പിൾ ട്രാവലിംഗ് കഴിഞ്ഞാലും, ജെർക്കി ട്രാവലിംഗ് കഴിഞ്ഞു കൂടുതൽ ഇങ്ങനെ ഷേക്ക് ചെയ്ത് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാലും വരാം. ഈസ് റിലേറ്റഡ് ടു ഏജ്. ഏജ് കൊണ്ടും വരാം. പക്ഷേ ഇത് കൂടുതലും യങ് ഏജിൽ കാണാറുണ്ട്. കാരണം യങ് ഏജിലാണ് നമ്മൾ കൂടുതലും വർക്ക് ചെയ്യുന്നത്, ഭാരം പൊക്കുന്നത്. അപ്പം അവർക്ക് കാണാം. പ്രായമുള്ളവർക്കും കാണാറുണ്ട്. കാരണം അവിടെ ഡിസ്ക് പതുക്കെ ഡീജനറേറ്റ് ചെയ്ത് ഏജ് ആയി പോകുമ്പം ഡിസ്കിന്റെ വെള്ളമയം കുറയും. അത് ഉണങ്ങിപ്പോകുമ്പോൾ ഇതുപോലെ കാണാറുണ്ട്. സോ ഏജ് റിലേറ്റഡ് ഓൾഡ് ഏജിൽ കാണാം, യങ് ഏജിലും കാണാം. രണ്ടിന്റെയും കാരണം വേറെ ആയിരിക്കും. പിന്നെ L1 L2 മാറിപ്പോകുന്നു, അകന്നു പോകുന്നു. അത് ആക്ച്വലി നമ്മൾ യൂഷ്വലി പേഷ്യന്റിനെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന അകന്നു പോകുന്നത് ആക്ച്വലി അതങ്ങ് അടുത്ത് വരുന്നതാ. ഡിസ്കിന്റെ പ്രശ്നമാണെങ്കിൽ രണ്ട് കണ്ണികളും അടുത്ത് വരും. കാരണം ഡിസ്ക് ചാടി പോകുമ്പം ഈ ഡിസ്കിന് ഒരു വെള്ളമയം ഉണ്ട്, അതിങ്ങനെ വേർതിരിക്കുന്നതാ. അത് ചാടിപ്പോകുന്ന ഡിസ്ക് അതിന്റെ വാട്ടർ കണ്ടന്റ്, വെള്ളമയം കുറയുമ്പോൾ ഉണങ്ങിപ്പോയിട്ട് കനം കുറയുമ്പം ഈ രണ്ട് കണ്ണികളും അടുത്ത് വരും. പക്ഷെ നമ്മൾ അത് അകന്നു പോകുന്ന പേഷ്യന്റിന്റെ മനസ്സിൽ നമ്മൾ അവരെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. ഒരു കണ്ടീഷനുണ്ട് അത് അകന്നു പോകുന്നത്. ഒരു എല്ലാം കണ്ണി ഒന്നിന്റെ മേളിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കുന്നത്. ഡിസ്കിന്റെ പ്രശ്നമല്ല. ചില പേഷ്യന്റിന് ഈ ഒരു കണ്ണി മേളിൽ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നീങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതും നമ്മൾ അകന്നു പോയെന്ന് പറയും. അത് ഡിസ്ക് പ്രോബ്ലം അല്ല, വേറൊരു ഇഷ്യൂവാ. ചിലപ്പോൾ അതായിരിക്കും ഈ L1 L2 അകന്നു പോയെന്ന് പറയുന്നത് ഇരിക്കാം. പക്ഷെ വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ അകന്നു പോയത് നമുക്ക് സ്ലിപ്പ് ആയതാണെങ്കിൽ സർജറി ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. സിവിയർ ആണെങ്കിൽ. മൈനർ ആണെങ്കിൽ അത് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഒത്തിരി റിലീഫ് കിട്ടും. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ, മറ്റൊരു ചോദ്യം. 3 വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് സംഭവിച്ച ഒരാളുടെ ഒരു സംശയമാണ്. അദ്ദേഹത്തിന്റെ വലത് കാലിന്റെ ആംഗിളിൽ ഒരു പൊട്ടലുണ്ടായി. 2 പ്രാവശ്യം സർജറി ചെയ്തു. ഇപ്പോൾ കാലിന്റെ ഉള്ളില് പ്ലേറ്റും സ്ക്രൂവും അതുപോലെ തന്നെ ഉണ്ട്. സംശയം ഇതാണ്, ഭാവിയിൽ MRI സ്കാൻ ചെയ്യേണ്ടി വരുമ്പോൾ ഇവ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ? ഇവ റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നതാണ് സംശയം. ഈ സംശയത്തിന് പല ഡോക്ടർമാരും വേണമെന്നും റിമൂവ് ചെയ്യേണ്ട എന്നും ഒക്കെ അഭിപ്രായം പറയുന്നുണ്ട്. ഇതിലൊരു വ്യക്തത കിട്ടിയാൽ നല്ലതായിരുന്നു. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എല്ലാം കാലിന് നല്ല വേദനയും നടുവരെ നീരും അനുഭവപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വേദന സംഭവിക്കുന്നത്? ഇതിനെന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ ഡോക്ടർ? ആങ്കിൾ ഫ്രാക്ചർ വന്നിട്ട്
അകത്ത് പ്ലേറ്റും സ്ക്രൂസും നമ്മൾ ഇംപ്ലാന്റ് എന്ന് പറയും. അപ്പൊ ഇംപ്ലാന്റ് ഉണ്ടെങ്കിൽ MRI എവിടെയാ എടുക്കുന്നതെന്നും വെച്ചിരിക്കും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നും. ഒന്ന്, ഏത് ഇംപ്ലാന്റ് ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇംപ്ലാന്റ് ആണെങ്കിൽ, പണ്ടൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരുന്നു ഇന്ത്യയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ടൈറ്റാനിയം ഇംപ്ലാന്റ്സും ഉണ്ട്. നമ്മുടെ നാട്ടില് ബിക്കോസ് അവർ എക്കണോമി ഈസ് ഗുഡ്, ഈവൻ സാധാരണക്കാരും ടൈറ്റാനിയം വേണമെന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് വെളിയിൽ പോയി കഴിഞ്ഞാൽ യൂഷ്വലി എല്ലാവരും സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ യൂസ് ചെയ്യുന്നത്. കാരണം അഫോർഡബിലിറ്റി, അതിന്റെ കോസ്റ്റ് കൂടുതലായതുകൊണ്ട് ആരും അത് യൂഷ്വലി ആൾക്കാർ യൂസ് ചെയ്യാറില്ല. വെറും സ്റ്റെയിൻലെസ് സ്റ്റീലേ യൂസ് ചെയ്യത്തുള്ളൂ. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇംപ്ലാന്റ് ആണെങ്കിൽ MRIയെ ബാധിക്കും. കാരണം സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇന്റർഫർ ചെയ്യും. കാരണം MRI എന്ന് പറയുന്നത് എക്സ്റേ അല്ല, MRI എന്ന് പറയുന്നത് മാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. മാഗ്നറ്റിക് റേഡിയേഷൻസ് കൊടുത്ത് മാഗ്നറ്റിക് റേഡിയേഷൻ നമ്മുടെ ബോഡിയെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ട് പിന്നെ അതിൽ നിന്ന് സിഗ്നൽസ് എടുത്തുകൊണ്ട് ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യുക. എക്സ്റേ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്റേസ് അടിച്ചുകൊണ്ട് പിക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന. അപ്പൊ മാഗ്നറ്റിക് MRI നമുക്ക് സേഫ് ആ, കാരണം അതിൻ്റെ അകത്ത് റേഡിയേഷൻസ് ഒന്നും വരത്തില്ല, മാഗ്നറ്റിക് ഫീൽഡിൽ കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ സ്റ്റെയിൻലെസ് സ്റ്റീല് മാഗ്നറ്റിക് ഫീൽഡിൽ ഇന്റർഫിയർ ചെയ്യും, പിക്ചേഴ്സ് വരുന്നതിന് ഇന്റർഫിയർ ചെയ്യും. അതിന്റെ അകത്ത് സ്റ്റീലിന്റെ ഷാഡോസ് വരും. അപ്പം അത് ഡിപ്പെൻഡ് ചെയ്യും ഏത് MRI എടുക്കേണ്ടതെന്ന്. ബ്രെയിനിന്റെ MRI എടുക്കാനാണെങ്കിൽ ആങ്കിളിൽ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇംപ്ലാന്റ് ഉണ്ടെങ്കിൽ യൂഷ്വലി അത് എഫക്ട് ചെയ്യാറില്ല. പക്ഷെ ആങ്കിളിൽ സ്റ്റീൽ കിടന്നിട്ട് കാൽ മുട്ടിന്റെ MRI എടുക്കാനാണെങ്കിൽ അത് ഇന്റർഫിയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം അത് ക്ലോസ് ടു ദി ഏരിയ ഓഫ് MRI ആണ്. അതുകൊണ്ട് ഒന്ന് നമ്മൾ നോക്കേണ്ടത് ഏത് ഭാഗത്തെ MRI എടുക്കേണ്ടത്, ഏത് ഭാഗത്തെ സ്റ്റീൽ. രണ്ട് നോക്കേണ്ടത് ഇത് സ്റ്റീലാണോ ടൈറ്റാനിയം ആണോ. ടൈറ്റാനിയം ആണെങ്കിൽ MRI എടുക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ല, എവിടെ ഇരുന്നാലും നമുക്ക് MRI എടുക്കാം. അപ്പൊ MRI എടുക്കാനാണെങ്കിൽ ഏതെങ്കിലും അസുഖം ഉണ്ട്, MRI എടുത്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇംപ്ലാന്റ് ആണെങ്കിൽ അത് എടുക്കണം. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇംപ്ലാന്റ് അല്ലെങ്കിൽ എടുക്കണ്ട. നമ്പർ 1. നമ്പർ 2, വേദന. ഈ കാലിന്റെ ഭാഗത്ത് വേദനയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ തുടയെല്ലിൽ പൊട്ടിക്കഴിഞ്ഞു, അവിടെ ഒരു പ്ലേറ്റ് സ്ക്രൂ ഇട്ട് കഴിഞ്ഞാലും നമ്മളൊന്നും അറിയേല എല്ല് കൂടിയിട്ടുണ്ടെങ്കിലും, കാരണം അതിന്റെ ചുറ്റും നല്ല മാംസമുണ്ട്. പക്ഷെ നമ്മൾ താഴോട്ട് പോകുമ്പം അവിടെ മാംസം ഒന്നുമില്ല, ജസ്റ്റ് ലിഗമെന്റ്സ് ആണ്. അപ്പം ജസ്റ്റ് തൊലിയുടെ അടിയിൽ തന്നെ എല്ല് ഫീൽ ചെയ്യാം. അപ്പൊ ഈ പ്ലേറ്റും സ്ക്രൂ ഇരിക്കുന്നത് എല്ലിന്റെ പുറത്തും തൊലിയുടെ അടിയിലുമാണ്. കവർ ചെയ്യാൻ വേണ്ടി മാംസം ഇല്ല. അപ്പൊ എവിടെയെങ്കിലും തട്ടുമ്പോൾ, നോർമൽ ആക്ടിവിറ്റി തുടങ്ങി തട്ടുമ്പോൾ നമുക്ക് വേദന എടുക്കും, ചമ്പടം പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല, കാരണം പിന്നെയും അത് തറയെ മുട്ടുന്നു. സോ അത് വേദനയുടെ കാരണമാണെങ്കിൽ എടുക്കുന്നത് കൊള്ളാം, പ്രൊവൈഡഡ് എല്ല് കൂടിയിട്ടുണ്ടെങ്കിൽ. 3 വർഷം ആകുമ്പോൾ എല്ല് കൂടിയേ പറ്റൂ, കാരണം സാധാരണ 3 മാസം ആകുമ്പോൾ എല്ല് കൂടുന്നത്. അതുവരെ എല്ല് കൂടിയിട്ടില്ലെങ്കിൽ പ്ലേറ്റ് വളഞ്ഞു പോകും. അപ്പം ഇതുവരെയും പ്ലേറ്റ് വളഞ്ഞു പോയിട്ടുള്ളതെന്ന് പറയാത്തതുകൊണ്ട് എല്ല് കൂടിക്കാണും. അതുകൊണ്ട് അത് കാരണം വേദനയാണെങ്കിൽ പ്ലേറ്റ് മാറ്റേണ്ടി വരും. പക്ഷേ കാലിന് പ്ലേറ്റ് ഇട്ടുകൊണ്ട് നമ്മുടെ കാൽ മുട്ടിനോ മേലിലോട്ടോ വേദന വരാൻ പാടില്ല. അപ്പൊ അത് നമുക്ക് ഈ പ്ലേറ്റിനെ ബ്ലെയിം ചെയ്യാൻ പാടില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും അതിന്റെ ഇഷ്യൂ. അപ്പൊ അവിടെ എക്സ്റേയില് മേലിലോട്ട് വേദന ഉണ്ട്, എക്സ്റേ കാണുമ്പോൾ നോർമൽ ആണെങ്കിൽ നമുക്ക് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടി വരും. ഈ ചോദ്യം ചോദിച്ചപ്പം എനിക്ക് വന്ന് MRI പറഞ്ഞു കാണും, അല്ലെങ്കിൽ പിന്നെ ഇതുപോലൊരു ചോദ്യം വരാൻ ചാൻസ് ഇല്ല. MRI വേണമെങ്കിൽ MRI എടുത്തേ പറ്റൂ, കാരണം എക്സ്റേയില് നമുക്ക് ഒരു പരിധി കൂടുതൽ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാലേ എക്സ്റേയിൽ തെളിഞ്ഞു വരത്തുള്ളൂ. അതൊക്കെ നമുക്ക് നേരത്തെ MRI തന്നെ മൈനർ ചേഞ്ചസ് വരുമ്പോൾ MRI നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ പെയിൻ ഉണ്ടെങ്കിൽ MRI എടുത്തേ പറ്റൂ. പക്ഷേ കാൽമുട്ടിന് പ്രശ്നം ഉണ്ടാകുമ്പം ഹിപ്പിന് ഡയറക്റ്റ് യൂഷ്വലി എഫക്ട് വരത്തില്ല. പക്ഷേ കാലിന് നീളം കുറഞ്ഞു കഴിഞ്ഞാൽ ഹിപ്പിൽ എഫക്ട് വരാൻ ചാൻസ് ഉണ്ട്. ആങ്കിൾ ഫ്രാക്ചറിൽ യൂഷ്വലി നീളം കുറയാറില്ല. താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ, വളരെ നല്ലൊരു വിശദീകരണമായിരുന്നു. ഇനി അടുത്തായിട്ടുള്ള ഒരു കാര്യം, ക്വസ്റ്റ്യൻ. ഇന്ന് പ്രായമായ മാതാപിതാക്കളില് ഭയം വളരെ ഉണ്ട്. പ്രത്യേകിച്ച് തന്നെയൊക്കെ താമസിക്കുന്നവര്, മക്കളൊന്നും കൂടെ ഇല്ലാതെ തന്നെ താമസിക്കുന്നവർ, അവർക്കുണ്ടാകുന്ന പല ചിന്തകളാണ്. ഞാൻ വീഴുമോ, വീണ് കിടപ്പിലാകുമോ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്തകളും ഭയവും ഒക്കെ അവരെ പലരെയും ഭരിക്കുന്നതായിട്ട് അറിയാം.
അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ എങ്ങനെയാണ് കരുതേണ്ടത്? എന്തൊക്കെ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയും? ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ. ഈ ഭയം നമുക്ക് എവിടെ നിന്ന് കിട്ടിയതാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്. ആദാമിനെ ഹവ്വായെയും ഏദൻ തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ചപ്പം ഭയമില്ലായിരുന്നു. അവരെല്ലാ ദിവസവും ഈവനിങ്ങില് ദൈവത്തിന് വേണ്ടി നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ ബൈബിളിൽ എഴുതിയിട്ടില്ല, പക്ഷെ നമുക്ക് അനുമാനിക്കാം. they were eagerly waiting to see God every evening now. ഈ ഈവനിങ് നമ്മളത്തെ ഇപ്പോഴത്തെ ഈവനിങ് പോലെയാണോ നമുക്ക് അറിയത്തില്ല. ഇതിൻ്റെ അകത്തൊക്കെ ഒത്തിരി അൺനോൺ തിങ്സ് ഉണ്ട്. പക്ഷെ അതിന്റെ അണ്ടർലൈങ് ഫാക്ടർ വാസ് there was no fear, ഭയമില്ലായിരുന്നു. and there was a great fellowship, joy with God. It was sin that brought fear into our lives. സാത്താൻ കൊണ്ടുവന്ന ഒരു സാത്താന്റെ ഗിഫ്റ്റാ, നമുക്ക് തന്നിരിക്കുന്ന ഗിഫ്റ്റാ ഈ ഭയം എന്ന് പറയുന്നത്. സോ അതിന്റെ സൊല്യൂഷൻ ഇസ് ഓൺലി ഗോഡ്. ഈ ഭയം മാറ്റണമെങ്കിൽ അപ്പോ ഇതിന്റെ അകത്ത് ഇപ്പൊ ഈ ഭയം മാറ്റുന്ന ആൻസർ ഫിസിക്കലി നോക്കുമ്പം ഐ ആം നോട്ട് ക്വാളിഫൈഡ്, ഐ ആം എൻ ഓർത്തോപെഡിക് സർജൻ, അത് ഒരു സൈക്കാട്രിസ്റ്റ് ആയിരിക്കും കൊടുക്കേണ്ടത്. പക്ഷെ എന്റെ സൈഡിൽ നിന്ന് പറയാവുന്ന ദ ഗ്രേറ്റസ്റ്റ് സൈക്കാട്രിസ്റ്റ് ഇൻ ദി വേൾഡ് ഈസ് ക്രൈസ്റ്റ് ജീസസ്. സോ all the fear can be removed, or many of our fears can be reduced if we go to Lord Jesus Christ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നോ എന്നല്ല പറയേണ്ടത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ പറയുന്ന, ബിക്കോസ് ഐ ആം എൻ ഓർത്തോപെഡിക് സർജൻ, ഈ പ്രായമുള്ളവര്, എൻ്റെ മെജോറിറ്റി ഓഫ് ദി പേഷ്യൻസ് പ്രായമുള്ളവര്, കാരണം ദേ കം വിത്ത് പെയിൻസ് ആൻഡ് ഏക്സ്, വേദനയും നടക്കാൻ മേലെന്നൊക്കെ പറഞ്ഞ് വരുന്നതാണ്. അപ്പൊ അവരുടെ ഭയം എന്ന് പറയുന്നത് മോർ ദാൻ ദ പെയിൻ, വേദനയെക്കാളും കൂടുതൽ ഈ വേദന കൂടിയിട്ട് ഞാൻ കിടപ്പായി പോവോ, കിടപ്പായി പോയി കഴിഞ്ഞ് എന്നെ ആര് നോക്കും, എൻ്റെ ഹസ്ബൻഡിനെ ആര് നോക്കും, അല്ലെ എൻ്റെ സുഖമില്ലാത്ത വൈഫിനെ ആര് നോക്കും, ഹോസ്പിറ്റലിൽ ആര് കൊണ്ടുപോകും, ഇതാ ഭയം വരുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദ പെയിൻ. ഒരു 50 കൊല്ലം മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ, എസ്പെഷ്യലി നമ്മുടെ ഗ്രാൻഡ് മദേഴ്സും ഗ്രാൻഡ് ഫാദേഴ്സിനെ നോക്കുമ്പം, അവര് വിസിറ്റ് ചെയ്യാൻ പോകുമ്പം ദേ ആർ വെരി ഹാപ്പി. അവർക്ക് പല അസുഖങ്ങൾ കാണും, അവർ കട്ടിലായിരിക്കും കിടക്കുന്നത്, പക്ഷെ അവർക്ക് എപ്പോഴും ഒരു സന്തോഷമുണ്ട്. കാരണം അവരുടെ മെയിൻ ഭയം എന്നെ ആര് നോക്കും, ഞാന് കിടപ്പായി കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാ, ആ ഭയം അവർക്ക് ഇല്ല. കാരണം അവരുടെ ചുറ്റും മക്കളുണ്ട്, അവരെ നോക്കാൻ ആരെങ്കിലും ഉണ്ട്. ആണുങ്ങളെ ജോലിക്ക് പോയാലും പെൺപിള്ളേരുണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും പ്രായമുള്ളവർ നോക്കാനും. പിന്നെ I have seen in many of the families, especially Hindu families, അപ്പനും അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മോന് ജോലി രാജിവെച്ച് വീട്ടിൽ നിൽക്കാൻ വരും. But these are all some responsibilities which God has given us. നമുക്ക് ദൈവം തന്നെ ഒരു റെസ്പോൺസിബിലിറ്റിയാ. അത് നമ്മള് വേണ്ടെന്ന് വെക്കുമ്പോഴാ ഈ ഭയം വരുന്നത്. സോ ഞാൻ പറയാൻ വന്നത്, ഈ ഓൾഡ് ഏജ് പേഷ്യൻസിന്റെ മെയിൻ പ്രോബ്ലം ഈസ് ബിക്കോസ് ദേ ആർ ഡിസോബേയിങ് ഗോഡ്സ് കമാൻഡ്മെന്റ്. നമ്മൾ ദൈവവചനം അല്ലെങ്കിൽ ദൈവത്തിന്റെ കമാൻഡ്മെന്റ്സ് ഒബേ ചെയ്യാതെ വരുമ്പോഴും അത് ഡിസോബേ ചെയ്യുമ്പോഴാണ്. കാരണം നമ്മൾ വളർന്നു വരുമ്പം, നമ്മുടെ പിള്ളേർ വളർന്നു വരുമ്പം, നിങ്ങൾ പഠിച്ച് വലുതായി ജോലിക്ക് പോകുമ്പം പേരൻസ് പ്രായമാവും, അവർക്ക് സുഖമില്ലാതെ വരും. നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു കുറച്ച് സ്പേസ് ഉണ്ടാക്കി വെക്കണം. അതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങണമെന്നുള്ളത് അവർ കല്യാണം കഴിക്കുമ്പോഴും കല്യാണത്തിന് മുമ്പേയും പറയാറില്ല. കാരണം വി ആർ ഓൾ വെരി ഒത്തിരി അംബിഷ്യസ് ആയിപ്പോയി. ടു ദ എക്സ്റ്റെന്റ് ദാറ്റ് നമ്മുടെ അംബിഷൻസ് കൂടിയിട്ട് നമ്മൾ ദൈവത്തിന്റെ കമാൻഡ്മെന്റ്സിനെ അങ്ങ് വിട്ടുകളയുക. ജോലി വേണം, ഏറ്റവും നല്ല ജോലി വേണം, കോമ്പറ്റീഷൻ. നമുക്ക് കുറഞ്ഞ ജോലി ആയാലും കുഴപ്പമില്ലെന്നുള്ളത് നമ്മൾ പഠിപ്പിക്കത്തേ ഇല്ല പിള്ളേരെ. കാരണം നിങ്ങൾ ഏറ്റവും മിടുക്കരാകണം, ക്ലാസ്സിൽ ഫസ്റ്റ് വരണമെന്നാ പറയുന്നത്. അല്ല 10ലെ ഫസ്റ്റ് 10ന്റെ ഉള്ളിൽ വരണമെന്ന് നമ്മൾ പഠിപ്പിക്കുകയല്ല. കാരണം വി ആർ ഗിവിംഗ് ദം എ സെൻസ് ഓഫ് കോമ്പറ്റീഷൻ വിച്ച് ഈസ് നോട്ട് ഹെൽതി, സ്പിരിച്വലി ഹെൽതി. നമുക്ക് പ്രയോറിറ്റീസ് ഇങ്ങനെ വരുമ്പോൾ, സോ 2 വാക്യങ്ങൾ മെയിനായിട്ട് എനിക്ക് എടുത്തു തരേണ്ടത്, എക്സോഡസ് പുറപ്പാട്
chapter 20 verse 12 പുറപ്പാട് 20:12 it is one of those 10 commandments, honor your father and mother. അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. അപ്പൊ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന് പറയുന്നത് അവർ മരിക്കുന്നവരെ അവരുടെ ആവശ്യങ്ങള് ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് അപ്പനെയും അമ്മയും ഒരു സബ് കോൺട്രാക്ട് കൊടുത്തിട്ട് വേറെ ഒരാളിനെ ഏൽപ്പിക്കുന്നതല്ല ബഹുമാനിക്കുന്നത്. ദാറ്റ് ഈസ് വൈ ദേ ആർ ഫിയറിങ്. ഞാൻ എപ്പോഴും കാണാറുണ്ട്, നമ്മുടെ വീട്ടിലും കാണാറുണ്ട്, നമ്മുടെ അപ്പച്ചനും അമ്മച്ചിമാർക്കും മക്കൾ ചെല്ലുമ്പോൾ, കൊച്ചുമക്കൾ ചെല്ലുമ്പോൾ അവരുടെ വേദനയൊക്കെ ഒത്തിരി മാറിക്കിട്ടും. മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇറ്റ് ഈസ് ദി സെൻസ് ഓഫ് ജോയ്, ദി ഹാപ്പിനെസ്. ആ ഹാപ്പിനെസ് കൊടുക്കേണ്ട നമ്മുടെ ജോലിയാ. ഇറ്റ് ഈസ് ഗോഡ്സ് കമാൻഡ്മെന്റ്. 1 Timothy 5:8 പ്രൊവൈഡ് ഫോർ യുവർ ഓൺ ആൻഡ് യുവർ ഹൗസ് ഹോൾഡ്. അത് ഇഫ് യു ഡോണ്ട് പ്രൊവൈഡ് യു ആർ ഡിനൈങ് യുവർ ഫെയ്ത്ത്. അതിന്റെ മലയാളത്തിൽ ഞാനൊന്ന് വായിക്കാൻ ശ്രമിക്കാം. തനിക്കുള്ളവർക്കും 1 തിമോത്തി 5:8 തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതണം, ഇല്ലെങ്കിൽ വിശ്വാസം തള്ളിക്കളഞ്ഞെന്നുള്ള ഒരു മീനിങ് അതിൽ തരുന്നത്. അപ്പോ ഇറ്റ് ഈസ് എ ഗോഡ് ഗിവൻ റെസ്പോൺസിബിലിറ്റി ടു സപ്ലൈ ടു യുവർ ഹൗസ് ഹോൾഡ്. ഹൗസ് ഹോൾഡ് എന്ന് പറയുമ്പം ഭാര്യയും മക്കളും മാത്രമല്ല, ഭർത്താവും മക്കളും മാത്രമല്ല, ഇറ്റ് ഇൻവോൾവ്സ് യുവർ പേരൻസ്. ഇതിന്റെ അകത്തും നമ്മൾ ഒരു കാര്യം നമ്മുടെ സൺഡേ സ്കൂളിലും യൂത്ത് മീറ്റിംഗിലും ഒന്നും പഠിപ്പിക്കാത്ത ഒരു കാര്യമാ, മൈ പേരന്റ് ഈസ് നോട്ട് മൈ ഫാദർ ആൻഡ് മൈ മദർ. മൈ പേരന്റ്, ഐ ഹാവ് 4 പേരന്റ്സ് ആഫ്റ്റർ ഗെറ്റിംഗ് മാരീഡ്. നമ്മുടെ ഇപ്പം എല്ലാവരുടെയും വീട്ടിലും 1-2 പിള്ളേരേ ഉള്ളൂ. അതുകൊണ്ട് 1-2 എന്ന് പറയുമ്പം പല വീട്ടിലും ആണുങ്ങളില്ല, പെണ്ണുങ്ങളില്ല. ഇങ്ങനെ വരുമ്പം അതെന്റെ ജോലി അല്ലെന്ന് പറയാൻ ചാൻസ് ഇല്ല. ഓൾ 4 പേരൻസ് ആർ ഈക്വൽ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പഴയ ട്രഡീഷൻസ് ഒക്കെ നമുക്ക് കോട്ട് ചെയ്ത് അത് എന്റെ ജോലിയല്ല എന്റെ ഭാര്യയുടെ പേരൻസിനെ നോക്കാൻ, എന്റെ ജോലിയല്ല എന്റെ ഭർത്താവിന്റെ പേരൻസിനെ നോക്കാൻ, അവിടെ വേറെ ആണുങ്ങളുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ പറയാനുള്ള സ്കോപ്പ് ഇപ്പം ഒട്ടുമില്ല. ആസ് ക്രിസ്ത്യൻസ് വി ഹാവ് എ ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി ടു ടേക്ക് കെയർ ഓഫ് അവർ പേരൻസ്. താങ്ക് യു. സ്തോത്രം. വളരെ നന്ദിയുണ്ട് ഡോക്ടർ, വളരെ വിശദമായിട്ട് പറഞ്ഞതിന്. ദൈവനാമത്തിൽ കൂടെയും മഹിമപ്പെടുമാറാകട്ടെ. അടുത്ത ഒരു ചോദ്യം ലഭിച്ചിരിക്കുന്നത് സ്ട്രെയിൻ ആൻഡ് സ്ട്രെയിൻ, അതായത് ഉളുക്കും മസിൽ പിടുത്തവും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിൽ നിന്നും പരിപൂർണ വിടുതൽ ലഭിക്കുവാൻ എത്ര സമയം എടുക്കും? ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. സ്പ്രെയിനും സ്ട്രെയിനും ഒന്നുമില്ല. അത് നമ്മുടെ മസിൽ വലിയുന്നതിന്, മസിൽ അല്ലെ പേശികൾ വലിയുന്നതിനാ സ്പ്രെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ ലിഗമെന്റ്സ്, ഈ ജോയിന്റ്സിൽ തമ്മിൽ ഘടിപ്പിച്ചിരിക്കുന്ന, എല്ലാ ജോയിന്റ്സും തമ്മിൽ ഘടിപ്പിച്ചിരിക്കുന്ന പേശികളുണ്ട്. നമ്മൾ എല്ലാത്തിനും ഞരമ്പെന്ന് പറയും മലയാളത്തിൽ. രക്തം പോകുന്ന കുഴലിനും ഞരമ്പെന്ന് പറയും. അതിന് ഇംഗ്ലീഷിൽ ആർട്ടറിയും വെയിൻ എന്ന് പറയുന്നത്. പിന്നെ സ്പർശനം കൊണ്ടുവരുന്ന നെർവ്സ് ഉണ്ട്, അതിനും നമ്മൾ ഞരമ്പെന്ന് പറയും. പിന്നെ ഈ മാംസങ്ങളുടെ അറ്റത്ത് വള്ളികൾ വരും, അത് വന്ന് ബോണിലെ ഘടിപ്പിക്കും, അതിന് ടെൻഡൻസ് എന്ന് പറയും, അതും നമ്മൾ ഞരമ്പെന്ന് പറയും. എല്ല് തമ്മിൽ ഘടിപ്പിച്ചിരിക്കുന്ന പേശികളുണ്ട്, ലിഗമെന്റ്സ് എന്ന് പറയും, ഇതിനും നമ്മൾ ഞരമ്പെന്ന് പറയും. മലയാളത്തിൽ ഇതെല്ലാം ഞരമ്പെന്ന് പറയും. കോമൺ മാനില് ഡിക്ഷണറി വേർഡിൽ പ്രത്യേക വേർഡുകൾ കാണുമായിരിക്കും, പക്ഷെ ഒരു കോമൺ മാൻ വരുമ്പോൾ നമ്മൾ എല്ലാം ഞരമ്പെന്ന് പറഞ്ഞു പോകും. സ്പ്രെയിൻ എന്ന് പറയുന്നത് ഈ എല്ലുകൾ ഘടിപ്പിച്ചിരിക്കുന്ന ലിഗമെന്റ്സ് ഉണ്ട്, ക്യാപ്സൂൾസ് ഉണ്ട്. അത് ഉളുക്കുമ്പോഴാ സ്പ്രെയിൻ എന്ന് പറയുന്നത്. ഉളുക്കെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഫൈബേഴ്സാ, നമ്മുടെ ഒരു വള്ളി പോലെ. വള്ളി എന്ന് പറയുമ്പം ഓരോ വള്ളിക്കകത്തും ചെറിയ 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 വള്ളികൾ ഇങ്ങനെ ഒത്തിരി കൂടിയ ഒരു വള്ളി വരുന്നത്. ഇതേപോലെ നമ്മുടെ മസിൽസും ലിഗമെന്റ്സും എല്ലാം ചെറിയ ചെറിയ ഫൈബേഴ്സും കൂടെ കൂടിയ ഒരു വള്ളി, ഒരു ലിഗമെന്റ് ആകുന്നത്. അപ്പോൾ ഒരു പരിധി കൊണ്ട് ഇത് സ്ട്രെച്ച് ആകുമ്പം മൊത്തത്തോടെ പൊട്ടിപ്പോകത്തില്ല, അതിന്റെ ചില ഭാഗങ്ങൾ പൊട്ടിപ്പോവും. അപ്പൊ എന്ത് പറ്റും, അതിന്റെ ഫങ്ഷൻ നടക്കും, കാരണം ബാക്കിയുള്ളതുകൊണ്ട് അത് പ്രവർത്തിച്ചോളും. പക്ഷേ അത് കുറച്ച് ചിലതൊക്കെ പൊട്ടിപ്പോയതുകൊണ്ട് അവിടെ നീര് വരും, ചെറിയ ബ്ലീഡിങ് ഉണ്ടാവും, പെയിൻ വരും. അപ്പൊ അതിന് സ്പ്രെയിൻ എന്ന് പറയും. അപ്പോൾ ഈ ലിഗമെന്റ്സും ക്യാപ്സൂളിന്റെയും ചില ഫൈബേഴ്സ് പൊട്ടുമ്പോൾ അത് സ്പ്രെയിൻ എന്ന് പറയും. മസിൽസ് അല്ലെങ്കിൽ മസിൽസിന്റെ അറ്റത്തുള്ള ആ വള്ളികളുണ്ടല്ലോ, ഇത് രണ്ടും ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം വലിയുമ്പം അതിന് സ്പ്രെയിൻ എന്ന് പറയും.
സോ ഇറ്റ് ഈസ് ദി സ്പ്രെയിനും സ്ട്രെയിനും ഒരു സാധാരണക്കാരന് എല്ലാം സെയിം തന്നെയാണ്. അത് ഏത് ബോഡിയുടെ ഏത് ഭാഗമാ വലിയുന്നുള്ള അനുസരിച്ച് നമ്മൾ ഇത് അതിനൊരു പേര് കൊടുക്കുന്നത്. പിന്നെ ഇതും ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ഫ്രാക്ചർ, ഒരു ബോൺ ഒടിയുന്ന പോലെ ഇതിനും നല്ല റെസ്റ്റ് വേണം. ഇമാജിൻ ഇതൊരു ഒരു വള്ളിയാണെന്ന് വിചാരിച്ചു. അപ്പൊ പല ഫൈബേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു സ്പ്രെയിൻ ആയി കഴിയുമ്പോൾ ചില ഫൈബേഴ്സ് അങ്ങ് വിട്ടുപോകും. അപ്പൊ ഈ ഫൈബേഴ്സ് കൂടി വരണമെങ്കിൽ ഇതിനെ അടുപ്പിച്ച് വെച്ചുകൊണ്ട് അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ആഴ്ച 4 ആഴ്ച കഴിയുമ്പോൾ ഈ ഫൈബേഴ്സ് എല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ അനക്കുമ്പം ഇത് വിട്ടുപോകത്തില്ല, അതുപോലെ ഇരിക്കും. പക്ഷെ നമ്മൾ അത് അനക്കാതിരിക്കുന്ന എപ്പോഴാ? ക്രേപ്പ് ബാൻഡ് ചുറ്റാൻ പറഞ്ഞാൽ അത് പറയാതിരുന്നാലോ, പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞാൽ അവൻ എല്ല് പൊട്ടിയിട്ടില്ലല്ലോ എന്നാ പ്ലാസ്റ്റർ വേണ്ട. അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം കാൽ അനങ്ങുമ്പം ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പം ഇത് അടുത്ത് വന്ന് കൂടാൻ നമുക്ക് സമയം അനുവദിച്ച് കൊടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ അത് ഹീലാകത്തില്ല. സോ അതിന്റെ നോർമൽ പീരിയഡ് 3 to 6 weeks ആണ്. മൈനർ സ്പ്രെയിൻ അല്ലെങ്കിൽ മൈനർ സ്ട്രെയിൻ ആണെങ്കിൽ 3 weeks കൊണ്ട് ശരിയാവും. മേജർ സ്പ്രെയിൻ നല്ലപോലെ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ 6 weeks വരെ പിടിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ആദ്യമൊക്കെ കാൽ ഒളുക്കി കഴിയുമ്പം നടക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. കുറച്ച് നടന്ന് വീട്ടിൽ പോയി എത്തിക്കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് കാലിന് നീര് വെക്കുന്നു. കാരണം നമ്മൾ അത് കൂടുതൽ മൂവ്മെന്റ് വരും. സോ അതുകൊണ്ട് അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 3 to 6 weeks പിടിക്കും. ബീന സിസ്റ്റർ മ്യൂട്ട് ആണ്. താങ്ക് യു ഡോക്ടർ. ഞാൻ ഇവിടെ ഇത് ഓർക്കുമായിരുന്നു, കർത്താവ് നമ്മളെ ഉപമകളിലൂടെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു. അതുപോലെ ഡോക്ടറും ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതില് ഉദാഹരണത്തിലൂടെ അടിയങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് പറഞ്ഞു തരുവാൻ കർത്താവ് സഹായിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സകല മഹത്വം അർപ്പിച്ചുകൊള്ളുന്നു. അടുത്ത ഒരു ചോദ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നത്, സാധാരണ നമ്മൾ കേട്ടുവരുന്ന ഒരു പ്രശ്നമാണ് എല്ല് തേയ്മാനം. എല്ല് തേയ്മാനം എങ്ങനെയാണ് സംഭവിക്കുന്നത്? സ്ത്രീകൾക്ക് പ്രായമാകും തോറും ഈ തേയ്മാനം കുറയ്ക്കുവാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും? അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർ? എല്ല് തേയ്മാനം യൂഷ്വലി 2 കണ്ടീഷനിൽ നമ്മൾ കോമൺ മാൻ ലാംഗ്വേജിൽ എല്ല് തേയ്മാനം പറഞ്ഞു പോകും. ഒന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഓസ്റ്റിയോപോറോസിസ്, എല്ലിന്റെ കട്ടി കുറയുമ്പം തേയ്മാനം, അതിന് നമ്മൾ തേയ്മാനം എന്ന് പറയും. അതിന് ശരിക്കും പറഞ്ഞ എല്ലിന്റെ കട്ടി കുറയുന്ന, പക്ഷെ പലരുടെയും മനസ്സിൽ കാൽഷ്യം കഴിച്ചാൽ തേയ്മാനം കുറയുമെന്ന് പറയാറുണ്ട്. അപ്പൊ അവരുടെ മനസ്സിൽ എല്ല് തേയ്മാനം എന്ന് പറയുന്നത് എല്ലിന്റെ കട്ടി കുറയുന്നത്. അപ്പൊ അതും ബോണിന്റെ വെയർ ആൻഡ് ടയറിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ ടിപ്പിക്കൽ ഒരു ക്ലാസിക്കൽ തേയ്മാനം എന്ന് പറയുന്നത് ജോയിന്റ് തമ്മിൽ ഉള്ള മൂവ്മെന്റ് ഉള്ള പാർട്ടിൽ തേഞ്ഞു പോകുന്നതിന് തേയ്മാനം എന്ന് പറയുന്നത്. നമ്മുടെ ജോയിന്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ജോയിന്റ് ഉണ്ട്, 2 എല്ലുകൾ കൂടി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ജോയിന്റ് വരുന്നത്. പക്ഷെ ഈ 2 എല്ലും കൂടെ മൂവ് ചെയ്യുമ്പോൾ, എല്ല് തമ്മിൽ മൂവ് ചെയ്യുമ്പോൾ ഒരയുമ്പോൾ വേദന എടുക്കും, ശബ്ദം കേൾക്കും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ദൈവം അതിന്റെ ഇടയ്ക്ക് ഒരു നല്ല ഒരു ഡിസ്ക് പോലെ ഒരു സാധനം തന്നിട്ടുണ്ട്, ഒരു ലൈനർ തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ കാട്ടിലേക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് ഉള്ളതുകൊണ്ട് ഇത് 2 മുട്ടത്തില്ല. ഈ 2 നടുക്ക് ഒരു നല്ല ലൈനിങ് ഉണ്ട്. അപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യും. അപ്പൊ കാലക്രമേണ നമ്മൾ നടന്ന് മൂവ് ചെയ്ത് ഈ ലൈനിങ് തേഞ്ഞു പോകും. കാരണം ഈ ലൈനിങ് തിരിച്ചുണ്ടായി വരാനുള്ള കഴിവ് ഇല്ല. അത് തേഞ്ഞു പോകുമ്പം എല്ല് തമ്മിൽ മുട്ടി ഒരയുമ്പോഴാ തേയ്മാനം എന്ന് വരുന്നത്. അപ്പൊ അതിന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയും. അപ്പൊ ഇത് രണ്ടും നമുക്ക് വെയർ ആൻഡ് ടയർ എന്ന് പറഞ്ഞ പോലെ തേയ്മാനം എന്ന് പറഞ്ഞ് കണക്കാക്കിയിട്ട് ഈ ആൻസർ സോൾവ് ചെയ്യാം. അപ്പൊ ഓസ്റ്റിയോപോറോസിസ്, എല്ലിന്റെ കട്ടി കുറയുന്ന പലവട്ടം നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രായം, എക്സസൈസ് കുറവ്, നമ്മുടെ ഹാബിറ്റ്സ്, എക്സസൈസ് ചെയ്യാതിരിക്കുന്നത്, സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ഇതൊക്കെ എടുക്കുമ്പം ഓസ്റ്റിയോപോറോസിസ് വരാം. പിന്നെ അത് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഏർലി ഏജ് തൊട്ട്, ചെറിയ പ്രായം തൊട്ട് തന്നെ എക്സസൈസ് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വ്യത്യാസം വരുത്താൻ പറ്റും. വെയിറ്റ് കൂടാതെ സൂക്ഷിക്കണം. കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അത്ര ഈസി അല്ല കുറയ്ക്കാൻ വേണ്ടി. അതുകൊണ്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കുറയ്ക്കാൻ നോക്കുന്നേക്കാളും നല്ലത് ഇപ്പോഴേ കൂടാതിരിക്കാൻ വേണ്ടിയുള്ളത് നോക്കണം. പിന്നെ ഇതാ മെയിൻ ഓസ്റ്റിയോപോറോസിസിൽ ചെയ്യേണ്ടത്. പിന്നെ ചില ഫുഡ് അവോയ്ഡ് ചെയ്യേണ്ടി വരും. ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ജോയിന്റ് തേയ്മാനം, അതിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് മൂവ്മെന്റ് ആണ്.
അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പോ ഒരു ഈ ലേബറർ, ഈ ഹെവി മാനുവൽ വർക്ക് ചെയ്യുന്ന കൃഷിക്കാരനോ അല്ലെ കൂലി വേല ചെയ്യുന്ന ആൾക്കാർക്ക് ജീവിക്കാൻ വേണ്ടി ചെയ്തേ പറ്റൂ. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വരാൻ ചാൻസ് ഉണ്ട്. അത് ഓവർ വെയിറ്റ് ഉള്ളവർക്ക് വരാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് പ്രിവെന്റ് ചെയ്യാം. പിന്നെ ജനറ്റിക്, പ്രായം കൊണ്ടും അല്ല, ജനറ്റിക് ആയിട്ട് ഈ ഫാമിലി ആയിട്ട് ചിലവർക്ക് തേയ്മാനം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം തേയ്മാനം കുറയ്ക്കണമെങ്കിൽ അതൊരു ദൈവം തന്നിരിക്കുന്ന ഒരു ഏജിങ് പ്രോസസ്സിന്റെ ഒരു റിസൾട്ട് ആയതുകൊണ്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ സൈഡിൽ ചെയ്യാവുന്നത് വെയിറ്റ് റിഡക്ഷനേ ഉള്ളൂ. കാരണം എക്സസൈസ് വേണം. എക്സസൈസ് നമുക്ക് തേയ്മാനം വരും, അതുകൊണ്ട് എക്സസൈസ് ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ പ്രോബ്ലംസ് ഇൻവൈറ്റ് ചെയ്യുക. അതുകൊണ്ട് എക്സസൈസും ചെയ്യണം, ജോലി ചെയ്യണം. ജോലി ചെയ്യണമെങ്കിൽ ചിലർക്ക് സ്റ്റെപ്പ് കയറേണ്ടി വരും, വെയിറ്റ് എടുക്കേണ്ടി വരും, തലേ ചുമടെടുക്കേണ്ടി വരും. സ്പോർട്സ്മാൻ ആണെങ്കിൽ കുറെ ഓടേണ്ടി വരും, ചാടേണ്ടി വരും. അപ്പൊ അതൊക്കെ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ദ ഓൺലി തിങ് നമുക്ക് തേയ്മാനം, ജോയിന്റ് തേയ്മാനം കുറയ്ക്കണമെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക. പിന്നെ ഉള്ളത് ഇനീഷ്യൽ സ്റ്റേജസിൽ ടാബ്ലറ്റ്സ് ഉണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്. ഇതുകൊണ്ട് തേയ്മാനം അല്ല കുറയ്ക്കുന്നത്, തേയ്മാനത്തിന്റെ സിംറ്റംസ് ആണ് കുറയ്ക്കുന്നത്. ഈ വേദനയും നീരൊക്കെ കുറയ്ക്കാൻ പറ്റും. അടുത്ത ഒരു ചോദ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നത്, മുട്ടുവേദനയ്ക്കുള്ള കാരണങ്ങൾ എന്തെല്ലാം, എന്താണ് അവയ്ക്കുള്ള പരിഹാരങ്ങൾ? ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? മുട്ടുവേദന എന്നും പറയുന്ന ഒരു വലിയ ടോപ്പിക്കാ. പല കാരണം കൊണ്ട് വരാം. അപ്പൊ അതൊന്ന് ഷോർട്ടാക്കി സിമ്പിളാക്കി പറയണമെങ്കിൽ നമുക്ക് ആദ്യം അതിന്റെ ഏജുമായിട്ട് ഡിവൈഡ് ചെയ്യാം. നീ പെയിൻ ഇൻ ചിൽഡ്രൻ, പിള്ളേരിലെ മുട്ടുവേദന. നീ പെയിൻ ഇൻ യങ് അഡൽട്സ്, ചെറിയ യൗവനക്കാരുടെ മുട്ടുവേദന. നീ പെയിൻ ഇൻ അഡൽട്സ്, പ്രായമുള്ളവരുടെ മുട്ടുവേദന. അപ്പൊ ഇത് മൂന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ചെറിയ കുട്ടികൾക്ക് മുട്ടുവേദന എന്ന് പറയുമ്പം അത് കൂടുതലും ഇൻഫെക്ഷൻ കൊണ്ടുവരുന്നതാണ്. കാരണം അവരുടെ ജോയിന്റ്സ് ആർ വെരി നൈസ് ഹെൽത്തി ജോയിന്റ്സ്. വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. കുഞ്ഞു പിള്ളേർക്ക് മുട്ടുവേദന വന്നാൽ അവിടെ ഇൻഫെക്ഷൻ വന്നു, അണുബാധ വന്നു. അപ്പൊ അങ്ങനെ വരുമ്പം അത് വേദനയും നീരും പനിയും സിവിയർ പെയിൻ വരും. പിന്നെ ഉള്ളത് ഒരു കാരണം റേറാ, അത് ചൈൽഡ്ഹുഡ് ആർത്രൈറ്റിസ് ഉണ്ട്. ചെറിയ പിള്ളേർക്കുള്ള ആർത്രൈറ്റിസ് ഉണ്ടാകും, അതുകൊണ്ട് മുട്ടുവേദന വരാം. പിന്നെ പക്ഷെ ഇത് കുഞ്ഞു പിള്ളേർക്കുള്ളത് ഇറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം വിത്ത് ദി വുമൻ. നമ്മളിപ്പം വുമൻ ഫോറത്തിലാണല്ലോ. ഇറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം വിത്ത് ദി വുമൻ. പിന്നെ ഉള്ള യങ് അഡൽട്സിന് മുട്ടുവേദന വരുന്നത് യൂഷ്വലി ട്രോമ അല്ലെങ്കിൽ പരിക്ക് പറ്റി കഴിയുമ്പോഴാണ്. നമ്മൾ വീഴുന്നു, കാൽ ഉളുക്കുന്നു, ലിഗമെന്റ് ഇഞ്ചുറി, ഈ ബോണിന്റെ നടുക്കുള്ള ഒരു വാഷർ പോലെ സംഭവമുണ്ട്, ഡിസ്ക് പോലെ സംഭവമുണ്ട്, മെനിസ്കസ് എന്ന് പറയും. അതിൽ ഇഞ്ചുറി വരുന്നു, അല്ലെങ്കിൽ മസിൽ ഇഞ്ചുറി വരുന്നു, ചെറിയ ഫ്രാക്ചർ വരുന്നു. ഇങ്ങനെ വരുമ്പോൾ മുട്ടുവേദന വരാം. അല്ലെങ്കിലും ഈ യങ് അഡൽട്സിന് സാധാരണഗതിയിൽ മുട്ടുവേദന വരാൻ ചാൻസ് ഇല്ല. ഇൻഫെക്ഷൻ വരത്തില്ല എന്ന് ചോദിച്ചാൽ ഇൻഫെക്ഷനും വരാം, പക്ഷെ കുഞ്ഞു പിള്ളേർക്ക് വരുന്ന അത്ര വലിയ റിസ്ക് വരത്തില്ല. പിന്നെ മേജർ നമ്മൾ സാധാരണ കാരണം മുട്ടുവേദന നമ്മൾ എപ്പോഴും പറയുന്നത് അത് അഡൽട്സിനെ കാണുന്നത്, അതായി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്, തേയ്മാനം. അത് പ്രായം ചെല്ലുമ്പോൾ മുമ്പ് പറഞ്ഞ പോലെ നടന്ന് മുട്ടിന്റെ രണ്ട് ബോണിന്റെ ഇടയ്ക്കുള്ള ഡിസ്ക് തേഞ്ഞു പോകുമ്പം എല്ല് തമ്മിൽ ഒരയുമ്പോഴുള്ള മുട്ടുവേദനയാണ്. അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേജ് വെയിറ്റ് കുറയ്ക്കുക, ലെവൽ ഗ്രൗണ്ടിൽ നടക്കുക, വേദന കൂട്ടുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് കുറയ്ക്കുക. ലൈക്ക് സ്റ്റെപ്പ് ക്ലൈമ്പിംഗ്, സ്റ്റെപ്പ് കയറുന്നത്, ചമ്പടം പറഞ്ഞിരിക്കുന്നത്, നിരപ്പില്ലാത്തടത്ത് നടക്കുന്നത്, ഇതൊക്കെ നമ്മൾ കഴിവതും അവോയ്ഡ് ചെയ്യുക. ടാബ്ലറ്റ്സ് ഉണ്ട്. പിന്നെ തീരെ നിവൃത്തിയില്ല, സിവിയർ നീ പെയിൻ ആണെങ്കിൽ, നല്ല തേയ്മാനം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് നീ ജോയിന്റ് റിപ്ലേസ്മെന്റേ ഉള്ളൂ, മുട്ട് മാറ്റി വെക്കുന്ന സർജറിയേ ഉള്ളൂ അതിന്റെ കോസ്. വേറെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ വേറെ ആർത്രൈറ്റിസ്. ഈ സാധാരണ തേയ്മാനത്തിന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയും. പിന്നെ ഉള്ളത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ട്. മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ അങ്ങനെയുള്ളവർക്ക് മുട്ടുവേദന വരും. പക്ഷെ അത് യൂഷ്വലി ഒരു 30+ കഴിയുമ്പം തുടങ്ങുന്നത്, യങ് ഫീമെയിൽസിന് തുടങ്ങുന്ന 30+ കഴിയുമ്പോൾ. പിന്നെ അതും അതിന്റെ ആ ലെവൽ അനുസരിച്ചിരിക്കും. നല്ല ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ, ആ ഡിസീസ് സിവിയർ ആണെങ്കിൽ നല്ല പെയിനും ഷേപ്പ് വ്യത്യാസങ്ങളും കാലിന് വളവൊക്കെ ഉണ്ടാകും. ആ ജോയിന്റ് അവിടെ കാല് വളഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതിലും ഈ പറഞ്ഞ പോലെ മെഡിസിൻസേ ഉള്ളൂ വഴി, ലിമിറ്റഡ് മൂവ്മെന്റ്സും ഫിസിയോതെറാപ്പി, ഏറ്റവും അവസാനം സർജറിയും അതിനെ ചെയ്യാൻ പറ്റും.
പിന്നെ ഒരു കാരണം ഗൗട്ട്, യൂറിക് ആസിഡ് കൂടുമ്പോഴും വരാം. പക്ഷെ അതിനും മുട്ടുവേദനയെക്കാളും കൂടുതലും കാലിന്റെ പാദത്തില്, തള്ളവിരലിന്റെ ചോട്ടില മെയിൻ ആയിട്ട്, ദ ബേസ് ഓഫ് ദി ബിഗ് ടോ, ആ തള്ളവിരലിന്റെ അതിന്റെ ബേസില് വേദനയാ കോമൺലി കാണുന്നത്. അല്ലെങ്കിൽ ആങ്കിൾ ജോയിന്റ്, മുട്ടിന് വരത്തില്ലെന്നില്ല, മുട്ടിനും വരാം, പക്ഷെ അതൊക്കെ റേറാ. ഏറ്റവും കോമണസ്റ്റ് കോസ് ഇൻ അഡൽട്സ്, പ്രായമുള്ളവർക്ക് കാണുന്ന തേയ്മാനവും, പ്രായം കുറഞ്ഞുള്ള ആൾക്കാർക്കും യങ് അഡൽട്സിന് കാണുന്നത് ഇഞ്ചുറിയാ മെയിൻ ആയിട്ട് മുട്ടുവേദനയ്ക്കുള്ള കാരണം. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ, ഡിസ്കിനെ പറ്റി പല കാര്യങ്ങളും നമ്മളിവിടെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. അതിനെപ്പറ്റി തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഡിസ്ക് ബൾജിങ് ആൻഡ് പ്രൊലാപ്സ് ചികിത്സയിലൂടെ ഇത് പൂർണ്ണമായിട്ടും ഭേദമാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഇംഗ്ലീഷില് നമ്മൾ ഇത് ക്യാൻ ഇറ്റ് ബി ക്യൂർഡ് ബൈ ട്രീറ്റ്മെന്റ് എന്ന ഇംഗ്ലീഷിൽ ചോദിക്കും വരുന്നത്. ക്യൂറിങ്, നമുക്ക് ഒരു കാര്യം അറിയണം, ക്യൂർ എന്ന് പറയുന്നത് അത് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഗോൺ ആൻഡ് ഇസ് നോട്ട് കമ്മിങ് ബാക്ക്. അത് വിട്ടുമാറി പിന്നെ തിരിച്ചു വരത്തില്ല. ആ ക്യൂറിങ് ഉള്ള ഡിസീസസ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഫെക്ഷൻ വരുന്ന പോലെയാ. മലേറിയ, ടൈഫോയിഡ്, വൈറൽ ഫീവർ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഇതെന്നൊക്കെ പറഞ്ഞാല് ഈ അണുബാധകൾ വരുന്നു, അണുക്കൾ വരുന്നു, നമ്മളെ ബാധിക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, നമ്മുടെ പ്രതിരോധ ശക്തി ഉണ്ട്, ഇതെല്ലാം കൊണ്ട് നമ്മൾ അണുക്കളെ കൊല്ലുന്നു, മാറ്റിയെടുക്കുന്നു. പിന്നെ അവർ നമ്മുടെ ബോഡിയിൽ ഇല്ലാതെ വരുമ്പം നമ്മൾ വി ആർ ടോട്ടലി ക്യൂർഡ്. പക്ഷേ ഡിസ്ക് പ്രോബ്ലം എന്ന് പറയുന്നത് അത് ക്യൂർ ആകത്തില്ല, കാരണം അത് ചാടി വന്നുപോയി. പിന്നെ അതൊരു മെക്കാനിക്കൽ പ്രോബ്ലമാണ്. അത് അതിന്റെ ആ പൊസിഷനിൽ നിന്ന് ഇറങ്ങിപ്പോയി. സാധാരണ ഞാൻ പറഞ്ഞല്ലോ, ഡിസ്ക് ഒരു സോഫ്റ്റ് ചപ്പാത്തി മാവ് പോലെ ഇരിക്കുന്ന ഒരു സോഫ്റ്റ് സബ്സ്റ്റൻസ് ആണ്, ജെല്ലി പോലെ ഇരിക്കും. അത് ചാടി വന്നു കഴിഞ്ഞാൽ, അതിന്റെ സ്ഥാനത്ത് നിന്ന് കുറച്ച് ചാടി വന്നു കഴിഞ്ഞാൽ, ഒഴുകി വന്ന് ചാടി വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ബൾജ് എന്ന് പറയുന്നു, പ്രൊലാപ്സ് എന്ന് പറയുന്നു. അത് എന്തുമാത്രം ചാടി വരുന്നു അതനുസരിച്ച് ഡിസ്ക് ബൾജ്, പ്രൊലാപ്സ് എന്നൊക്കെ നമ്മൾ പറയും. ചാടി വന്നു കഴിഞ്ഞാൽ അത് ഹാർഡായി, ഫെവിക്കോൾ ഉണങ്ങി പോകുന്ന പോലെ ഹാർഡായിട്ടിരിക്കും. പിന്നെ നമുക്ക് പഴയ രീതിയിലാക്കാൻ പറ്റത്തില്ല. സോ ക്യൂർ ചെയ്യുന്നത് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഉള്ള നമുക്ക് അതിനെ ആ മെക്കാനിക്കലി നല്ലപോലെ പുഷ് ചെയ്ത് ഞരമ്പിനെ മുട്ടുന്നുണ്ടെങ്കിൽ അത് മെക്കാനിക്കലി അവിടുന്ന് മാറ്റിയെടുക്കുന്നതായിരിക്കും അതിന്റെ ട്രീറ്റ്മെന്റ്. മെക്കാനിക്കലി മാറ്റിയെടുക്കുന്ന പറഞ്ഞാൽ സർജറി ചെയ്യേണ്ടി വരും. നമ്മൾ ആ ഭാഗത്ത് പോയിട്ട് ആ ചാടി വന്നൊരിക്കുന്ന ഞരമ്പിനെ അവിടുന്ന് എടുത്തങ്ങ് ഒടിച്ചങ്ങ് മാറ്റിക്കളയുക. സോ ദാറ്റ് ആ നെർവിനെ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കാൻ കൊടുക്കുക, നെർവിനെ മുട്ടാതിരിക്കുക, അതായിരിക്കും. എല്ലാ ഡിസ്ക് ബൾജിനും സർജറിയുടെ ആവശ്യമില്ല, സിംറ്റംസ് അനുസരിച്ചിരിക്കും. കാരണം ഡിസ്ക് ബൾജ് എന്ന് പറയുമ്പോൾ യൂഷ്വലി ഞരമ്പയില് സാധാരണ മുട്ടാറില്ല, പ്രൊലാപ്സ് ആകുമ്പോഴാണ് മുട്ടുന്നത്. ഈ ഡിസ്ക് ചാടി വരുമ്പം ചുറ്റും ഒരു ചെറിയ റിയാക്ഷൻ പോലെ വന്നിട്ട് നീര് വരുമ്പോഴാണ് കൂടുതലും ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ ആ നീര് കുറയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി സിംറ്റംസ് കുറയും. സോ ആൻസറിന്റെ ഫസ്റ്റ് പാർട്ട്, ക്യാൻ ഇറ്റ് ബി ക്യൂർഡ്, അത് ചികിത്സിച്ച് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ്, സിംറ്റംസ് കുറയ്ക്കാൻ പറ്റും ബൈ മെഡിസിൻസ്, റെസ്റ്റ്, ഫിസിയോതെറാപ്പി. പക്ഷെ സർജറി വേണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജറി ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ പെയിനും ആ വീക്ക്നെസ്സും കാണും. കുറച്ച് കഴിയുമ്പോൾ ഈ നെർവ് സ്തംഭിച്ചു പോകുമ്പോൾ പെയിൻ മാറിക്കിട്ടും. അതുകൊണ്ട് നമ്മൾ സർജറി ചെയ്തില്ലെങ്കിലും ഒരു 6 മാസം കഴിയുമ്പം, 1 വർഷം കഴിയുമ്പം പെയിൻ ഒത്തിരി വ്യത്യാസം ഉണ്ടെന്ന് പറയും ആൾക്കാർ. പക്ഷേ അവരുടെ കാലിന്റെ വീക്ക്നെസ് അവിടെ നിൽക്കും, കാലിന്റെ മരയിപ്പും നടക്കാൻ മേലാത്ത പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ നിൽക്കും. കാരണം നെർവ് ഡെഡ് ആയി, പിന്നെ നെർവ് വർക്ക് ചെയ്യത്തില്ല. അപ്പൊ നെർവ് ഡെഡ് ആകാതെ ഫങ്ഷൻ തിരിച്ചു കിട്ടണമെങ്കിൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെയിനും മാറും, ഫങ്ഷൻ മോശമാകാതും ഇരിക്കും. താങ്ക് യു ഡോക്ടർ. ഇതെല്ലാം വളരെ പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഡോക്ടർ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. എനിക്കും അത് വളരെ പ്രയോജനകരമായിട്ട് തീർന്നു. അടുത്തൊരു ചോദ്യം ലഭിച്ചിരിക്കുന്നത്, കോട്ടുവായൊക്കെ വിടാനായി വായ പൊളിക്കുന്ന സമയത്ത് താടിയുടെ ഭാഗത്തെ ഡിസ്ക് അകന്നിട്ട് വായ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ പലപ്പോഴായി വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? അതിന് എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? കോട്ടുവ വരുമ്പോൾ നമ്മുടെ
വായിലെ ജോയിന്റ്, വായിലെ ജോ ബോൺ ഉണ്ട്, മേളിലത്തെ ഒരു ബോണും താഴത്തെ ബോണും. മേളിലത്തെ ബോൺ ഫിക്സ്ഡാ, അത് മൂവ് ചെയ്യത്തില്ല. താഴത്തെ ബോൺ മൂവ് ചെയ്യുന്നത്. അത് രണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ജോയിന്റ് ഉണ്ട്, അതിൽ വെച്ചുകൊണ്ട് താഴോട്ടും മേളിലോട്ടും താഴോട്ടും മേളിലോട്ടും പോകുന്നു. ആ ജോയിന്റിന്റെ പ്രശ്നമാണ്. പക്ഷേ ഇത് ബോൺ ആണെന്ന് വിചാരിച്ച് എല്ലാം യൂഷ്വലി ഓർത്തോപെഡിഷന്റെ അടുത്ത് പേഷ്യൻസ് ആദ്യം വരും ഇതാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ the unfortunate thing is that orthopedicians do not learn anything about the bone of the face. നമ്മുടെ ഫേസിലുള്ള ബോണിനെ കുറിച്ച് നമ്മൾ പഠിക്കാറില്ല. അതുകൊണ്ട് my knowledge about this thing is zero. ഇത് ആക്ച്വലി ഡെന്റൽ വിഭാഗത്തിൽ വരുന്നതാണ്. ഡെന്റലിൽ ഫേഷ്യോ മാക്സിലറി സബ് സ്പെഷ്യാലിറ്റി എടുത്തവരാണ് ഇത് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പാനലിന് ഈ ക്വസ്റ്റ്യൻ തിരിച്ചു തന്നിട്ട് ഇത് ഫേഷ്യോ മാക്സിലറി ഡോക്ടറിനെ ചോദിക്കാൻ വേണ്ടി ഞാൻ റെഫർ ചെയ്യുവാണ്. ഇതിനെക്കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല, സോറി. ഓക്കെ ഡോക്ടർ, താങ്ക് യു. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഒരാളുടെ സംശയമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ലാസ്റ്റത്തെ ചോദ്യമാണിത്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് 10 വർഷം മുമ്പാണ് ആദ്യത്തെ എന്റെ സർജറി നടന്നത്. പിന്നീട് 7 വർഷത്തിന് ശേഷം വീണ്ടും ഒരു ശസ്ത്രക്രിയ കൂടെ നടത്തി. ഇപ്പോൾ 2 കണങ്കാലിനും നീര് വച്ചിരിക്കുന്ന അവസ്ഥയാണ്. കാർഡിയോ ചെക്കപ്പില് എല്ലാം നോർമൽ ആണെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ എന്ന് ഒന്ന് പറയാമോ? അതുപോലെ ഈ നീരും സർജറിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? യൂഷ്വലി ഈ നീരും സർജറിയിലും ബന്ധമില്ല. പലപ്പോഴും എൻ്റെ അടുത്ത് പേഷ്യൻസ് വരാറുണ്ട്, നടുവേദന ആയിട്ട് വരും. അവർ പറയുന്നത് 10 കൊല്ലം മുമ്പ് തലയെ തേങ്ങ വീണു, അപ്പോ അതുകൊണ്ടാണോ എന്നൊക്കെ. അല്ലെങ്കിൽ ഡെലിവറി സമയത്ത് മുട്ടിന് ബാക്കിൽ ഇഞ്ചക്ഷൻ എടുത്തു, അതുകൊണ്ട് അന്ന് തൊട്ടായി വേദന തുടങ്ങിയെന്നൊക്കെ പറയാറുണ്ട്. യൂഷ്വലി ഇതൊക്കെ ഒരു റോങ് കൺസെപ്ഷൻസ് ആണ്. മുട്ടിന്റെ സർജറി ചെയ്യാത്തവർക്കും കാലിന് നീര് വരാറില്ലേ? അല്ലെ, ഒരു സർജറിയും ചെയ്യാത്തവർക്കും നമ്മൾ ഒരു 12 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് വരുമ്പം നമ്മുടെ കാല് ചെരുപ്പയിലോട്ട് ഷൂവിൻ്റെ അകത്തോട്ട് കയറത്തില്ല, നീര് വെക്കും. അപ്പൊ അതിന്റെ അർത്ഥം കാല് നീര് വെക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഹ്യൂമൻ ടെൻഡൻസിയാ അവിടെ എന്തെങ്കിലും ചെയ്തോ ഫുൾ കൊറ്റും അതിൽ പോകും, ഫുൾ ബ്ലെയിം അതിൽ പോകും. യൂഷ്വലി സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് കാലിന് നീരൊന്നും വന്നിട്ടില്ലായിരുന്നു. കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ കാലിന് നീര് വരുന്നത്. യൂഷ്വലി സർജറിയുടെ പ്രശ്നം ആണെങ്കിൽ ആ നീര് ഉടനെ വരേണ്ടതാണ്. സോ യൂഷ്വലി സർജറിയുടെ ഭാഗമായിട്ട് അല്ല നീര് വരുന്നത്. പക്ഷെ എന്നാലും അത് എന്തുകൊണ്ടാണ് വരുന്നെന്നുള്ള നമുക്കൊരു കാരണം അറിഞ്ഞാൽ നല്ലതാ. വെരിക്കോസ് വെയിൻ വന്ന നീര് വരാം. പ്രായം ചെല്ലുമ്പം തന്നെ ഈ കാലിലോട്ട് നീര് വരുന്നതിന്റെ കാരണം എന്താ? കാലിലോട്ട് വരുന്ന ഫ്ലൂയിഡ് താഴെ വന്നിട്ട് മേലിലോട്ട് തിരിച്ചു പോകാന് അത് ശരിക്കും പോകാതിരിക്കുമ്പം ആ ഫ്ലൂയിഡ് താഴെ കെട്ടിക്കിടക്കുമ്പോഴാണ് ഈ നീര് വരുന്നത്. അപ്പോ അതാ വാരിക്കോസ് വെയിൻ. വാരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമുക്ക് 2 രക്തക്കുഴലുണ്ട്, ആർട്ടറി ഉണ്ട്, വെയിൻ ഉണ്ട്. ആർട്ടറി എന്ന് പറയുന്നത് ഹാർട്ടിൽ നിന്ന് താഴോട്ട് പമ്പ് ചെയ്ത് കൊണ്ടുവരുന്ന രക്തക്കുഴലിന് ആർട്ടറി എന്ന് പറയുന്നത്. അതൊക്കെ ബോഡിയുടെ അകത്തായിരിക്കുന്നത്, മസിലിന്റെ ഒക്കെ ഡീപ്പായിട്ടിരിക്കും. അതിലാണ് നമ്മൾ കൈ വെക്കുമ്പം പൾസ് നോക്കുന്നത്. കാരണം ഹാർട്ടിൽ നിന്ന് വരുന്ന ആയതുകൊണ്ട് നല്ല ഫോഴ്സിൽ വരുന്നതുകൊണ്ട് നമുക്ക് ആ പൾസ് ഫീൽ ചെയ്യാം. പക്ഷെ ഈ ബ്ലഡ് താഴെ വന്നിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് തിരിച്ചു വരുമ്പോൾ ഫോഴ്സ് വളരെ കുറവാണ്. അപ്പൊ അത് ഈ വെയിനിൽ കൂടിയാ പോണത്. അതാണ് നമുക്ക് കൈയെ മുഴുവൻ നീലിച്ചുള്ള രക്തക്കുഴലിൽ കാണുന്നത്, ബ്ലൂ കളറിന്റെ. അത് വെയിൻസാ. അപ്പൊ അത് ഇഷ്ടം പോലെ ഉണ്ട് കാലിലും കൈയിലും. ആർട്ടറി ഒക്കെ 1-2 കാണത്തുള്ളൂ. മെയിൻ ആയിട്ട് വെയിൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതിന്റെ അകത്ത് ഹാർട്ടിന്റെ പോലെ ഫോഴ്സ് അടിക്കാത്തതുകൊണ്ട് മസിൽസ് വർക്ക് ചെയ്ത ഈ വെയിൻസിന്റെ അകത്തോടെ ബ്ലഡിനെ മേളിലോട്ട് പമ്പ് ചെയ്ത് വിടുന്നത്. ഓരോ പ്രാവശ്യം നമ്മൾ നടക്കുമ്പോഴും കാലനക്കുമ്പോഴും മസിൽസ് വർക്ക് ചെയ്യുമ്പം പമ്പ് ചെയ്ത് മേളിലോട്ട് പോകും. മസിൽസ് വീക്ക്നെസ് വരുമ്പോഴും ഈ വെയിന്റെ ടെമ്പർ കുറയുമ്പോൾ, വെയിൻ്റെ അകത്തൊക്കെ ചെറിയ വാൽവ് ഉണ്ട്, മേളിലോട്ട് തള്ളിവിട്ട ബ്ലഡ് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി ഒരു വാൽവ് പോലെ വെക്കും. അടുത്ത പ്രാവശ്യം പിന്നെ മസിൽ വർക്ക് ചെയ്യുമ്പോൾ പിന്നെ കുറച്ച് പുഷ് ചെയ്ത് കൊടുക്കും, പിന്നെ അവിടെ നിൽക്കും. ഇങ്ങനെ കുറേശ്ശെ മേളിലോട്ട് പോകും. അപ്പൊ ആ താഴോട്ട് വരാൻ എനിക്ക് വാൽവ് ഉണ്ട്.
അപ്പം ഇതിന്റെ ടെമ്പർ കുറയുമ്പോഴും മസിൽസിന്റെ വീക്ക്നെസ് ആകുമ്പോഴും വാൽവ് പതുക്കെ ഡാമേജ് ആകുമ്പോഴും എന്തുകൊണ്ടാണ് ഡാമേജ് ആകുമ്പോൾ പ്രായം ചെല്ലുമ്പോൾ അങ്ങനെ വരുമ്പം ഈ വേണ്ടതുപോലെ ബ്ലഡ് തിരിച്ചു പോകാതെ പോകുമ്പോൾ വെയിൻ്റെ അകത്ത് കെട്ടിക്കിടക്കുമ്പോൾ വാരിക്കോസ് വെയിൻ എന്ന് വരും. ഇതെല്ലാം നമുക്ക് കാണാതെ തന്നെ, നമുക്ക് കണ്ണിക്കൂടെ കാണാതെ തന്നെ അകത്ത് തന്നെ പല വെയിൻസും ഇതുപോലെ ബൾജായിട്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ കാലിൽ നീര് വെക്കും. പിന്നെ രണ്ട്, കാല് തൂക്കയിടുമ്പം തന്നെ ഒരു കാരണം ഇല്ലാതെ നീര് വെക്കും. ഇഡിയോപ്പത്തിക് എന്ന് പറയും. നമുക്ക് കാരണം അറിഞ്ഞുകൂടാ, കാരണം പ്രായം ചെല്ലുമ്പോൾ ഉള്ളതാണ്. 3, BP കൂടുമ്പോൾ നീര് വെക്കും. 4, BPയുടെ മെഡിസിൻ കഴിക്കുമ്പോൾ നീര് വെക്കും. ചില മെഡിസിൻസിന് കാലിൽ നീര് വെക്കാനുള്ള റിയാക്ഷൻസ്, സൈഡ് എഫക്ട്സ് ഉണ്ട്. കിഡ്നി പ്രശ്നം വരുമ്പോൾ നീര് വെക്കും. ഹാർട്ടിന്റെ പ്രശ്നം വരുമ്പോൾ നീര് വെക്കും. ഹാർട്ട് ചെക്കപ്പ് ചെയ്യുമ്പോൾ ഓക്കെ ആണെന്ന് പറയും ഡോക്ടർമാര്. ഓക്കെ ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, എനിക്കിപ്പോ 54 വയസ്സുണ്ടെങ്കിൽ 54 വയസ്സുള്ള ആളിന് വേണ്ടിയുള്ള ഹാർട്ട് ഓക്കെയാ. അതിന്റെ അർത്ഥം ഈ ഹാർട്ട് 15 വയസ്സുള്ള ഹാർട്ടിന്റെ പോലെ അല്ല അടിക്കുന്നത്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അവർ ഹോൾ ബോഡി ഈസ് ഗെറ്റിംഗ് ഓൾഡ്. എനിക്കിപ്പം കാണാതെ പഠിക്കുന്ന കപ്പാസിറ്റി ഒരു 20 കൊല്ലം മുമ്പേ ഉള്ളതുപോലെ ഇല്ല. എന്റെ ഓർമ്മശക്തി 20 കൊല്ലം പോലെ ഉള്ളതില്ല. ഇവൻ സ്റ്റെപ്പ് കയറുമ്പോഴും എനിക്കിപ്പം ഒരു 2 ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് ഓടിക്കയറാം. പക്ഷെ പഴയ കാലത്തൊക്കെ 10 കൊല്ലം 20 കൊല്ലം മുമ്പ് എനിക്ക് 4 or 5 സ്റ്റെപ്സ് ഓടിക്കയറാം. ഇപ്പം 2 എണ്ണം കയറി അണയ്ക്കാൻ തുടങ്ങും. ഇതേപോലെ തന്നെ നമ്മൾ പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ ഹാർട്ടിന്റെ കപ്പാസിറ്റി കുറയും. പക്ഷെ ഡോക്ടർ യുവർ ഹാർട്ട് ഈസ് ഓക്കെ എന്ന് പറയുമ്പം ഇറ്റ് മീൻസ് ദാറ്റ് നമ്മുടെ പ്രായത്തിന് വേണ്ടി ഈ ഹാർട്ട് ഓക്കെയാ. പക്ഷെ എപ്പോഴും ഇതെല്ലാം കൂടെ കൂടിയായിരിക്കും കാലിന് നീര് വരുന്നത്. പക്ഷെ മുട്ടിന്റെ സർജറി എന്ന് പറയുന്നത് അവിടെ മാത്രം ചെയ്യുന്നതാ. യൂഷ്വലി അതിനങ്ങനെ പ്രോബ്ലം വരാനില്ല. സർജറി ചെയ്യുമ്പം കുറെ വെയിൻസ് ഡാമേജ് ആകും. പക്ഷെ എന്നാലും വേറെ പല വെയിൻസ് ഉണ്ട് ഈ ബ്ലഡിനെ തിരിച്ചു കൊണ്ടുപോകാനുണ്ട്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല കാല് സർജറി ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ വരുന്നതാണ്. യൂഷ്വലി എക്സസൈസ് കുറവ് കൊണ്ടും കാല് കൂടുതൽ നേരം തൂക്കി വെക്കുമ്പോഴാണ് നീര് വരുന്നത്. താങ്ക് യു ഡോക്ടർ. ചോദ്യകർത്താക്കളുടെ ചോദ്യത്തിന് ശരി ആൻസർ ചെയ്യാൻ ദൈവം സഹായിച്ചു. അതുപോലെ ചില തെറ്റിദ്ധാരണകളൊക്കെ മാറാനും ദൈവം സഹായിച്ചു. ഹലോ, ഡോക്ടർ ഒരു ക്വസ്റ്റ്യനോടുണ്ട്. സാറാൻഡിക്ക് ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കാനുണ്ട്, അതോട് ചോദിച്ചോളൂ. ഡോക്ടർ ഓൾറെഡി അത് ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇറ്റ്സ് ഓക്കെ, താങ്ക് യു. വേറെ ആരോ ചോദിച്ച ക്വസ്റ്റ്യനിൽ കൂടെ എന്റെ ആൻസർ എനിക്ക് കിട്ടി. താങ്ക് യു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രയും സമയം ഡോക്ടറിന്റെ വിലപ്പെട്ട സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് ദൈവനാമത്തിലുള്ള നന്ദി ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പാനലിന്റെ പേരിലും അതുപോലെ പാൻഡത് ഫോർ ദ ലിവിംഗ് വേർഡിന്റെ പേരിലും അറിയിച്ചു കൊള്ളുന്നു. തുടർന്നും ദൈവം ഡോക്ടറെയും ധാരാളമായ കൃപകളെ കൊണ്ട് നിറയ്ക്കട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും കേട്ട എല്ലാവർക്കും അത് പ്രയോജനമായിരുന്നു. തുടർന്നും ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഓവർ ടു സാറാൻഡി. താങ്ക് യു സോ മച്ച് ഡോക്ടർ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, എന്തുവാ റുമാറ്റോയിഡ് അതൊക്കെ ആളുകൾക്ക് വളരെ ചോദിക്കാത്ത ആളുകൾക്കും ഉള്ള സംശയങ്ങളാണ്. അതുപോലെ ഓസ്റ്റിയോ മൈലൈറ്റിസ്, എസ്പെഷ്യലി ഈ ലംബാർ ഡിസ്കിൻ്റെ, അത് സാധാരണ എല്ലാവർക്കും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ബൾജിങ് എന്തുവാ, പ്രൊലാപ്സ് എന്തുവാ, ഏത് സ്റ്റേജിലാണ് അത് നെർവ് ടച്ച് ചെയ്യുന്നതെന്നും ആ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന് വളരെ നന്ദിയുണ്ട്. വളരെ നന്ദിയുണ്ട്. അത് എല്ലാവർക്കും അത് പ്രയോജനകരമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവമായിട്ടുള്ള. ഡോക്ടറിൻ്റെ ഇത്രയും ടൈം ഞങ്ങളോട് കൂടെ സ്പെൻഡ് ചെയ്യുവാനായിട്ട്, വളരെ ബിസി സ്കെഡ്യൂളുള്ള ആളാണെന്ന് ഞങ്ങൾക്കറിയാം. അതിൽ നിന്ന് ഇത്രയും സമയം ഞങ്ങൾക്കായിട്ട് വേർതിരിച്ച് തന്നതോർത്തും വളരെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ക്വസ്റ്റ്യൻ ചോദിച്ച പാനൽ സിസ്റ്റേഴ്സ് 4 പേരും വളരെ ഭംഗിയായിട്ട് സിമ്പിളായിട്ട് ചോദിച്ചു. അതിൻ്റെ ആൻസർ ഡോക്ടർ തന്നു. അതിനൊക്കെ ആയിട്ട് ഞങ്ങളുടെ പ്രത്യേകമായിട്ട് പാൻഡത് ഫോർ ദ ലിവിംഗ് വേർഡിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. തുടർന്നും ദൈവം ധാരാളമായിട്ട് ഡോക്ടറിനെ അനുഗ്രഹിക്കട്ടെ, പ്രാക്ടീസിനെ അനുഗ്രഹിക്കട്ടെ, ഫാമിലിയെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. എനിവേ, നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. ഇനിയും ക്ലോസിംഗ് പ്രയറിനായിട്ട് സിസ്റ്റർ ആനി
ക്ഷണിച്ചുകൊള്ളുന്നു. സിസ്റ്റർ ആനി. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശ്വരയുടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ വിലപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് തന്നെയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ ബിസിയായിട്ട് ഞങ്ങൾക്കെയും രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ കഴിയുമ്പോൾ ഈ പ്രത്യേക ദിവസത്തിൽ കർത്താവെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുക്കപ്പെട്ടു തന്നതായ ഈ മീഡിയയ്ക്കും ഈ സാവകാശത്തിലും ഈ സമയത്തിനുമായിട്ടൊക്കെ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളൊക്കെ ആയിരുന്ന രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവ് വളരെ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾക്ക് ഈ നിലയിൽ ഒരു ദിവസം കൂടെ ഇങ്ങനെ കഴിയുവാനായിട്ട് ഇടയാതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ പ്രത്യേകമായ ഈ മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ആരംഭത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയ സമയം മുതൽ കർത്താവ് ഏകദേശം 2 മണിക്കൂറോളം ഞങ്ങൾക്ക് വളരെ ശ്രദ്ധയോടുകൂടി കർത്താവെ ഈ ഇങ്ങനെ ഇരിക്കാനായിട്ട് ഇടയായതോർത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവെ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കുടികളുകളൊക്കെ തന്നിരിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സഹോദരന്മാരായ ഞങ്ങളെയൊക്കെയും ഈ നിലയിൽ അവിടുന്ന് ആക്കിയിരിക്കുന്ന വലിയ കൃപകൾ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. ഈ മീഡിയക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഈ നിലയിൽ കർത്താവെ ഇങ്ങനെ ഒരു സംവിധാനത്തെ ഒരുക്കി തരുവാനായിട്ട് ചുമതലപ്പെട്ടവർക്കൊക്കെയും അവിടുന്ന് ഇടയാക്കി ഓർത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഇന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുവാനായിട്ട് കർത്താവ് ഈ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർക്കുവാനായിട്ട് ഇടയായതോർത്ത് സ്തോത്രം. ജിജിമോള് കർത്താവ് പ്രാർത്ഥിച്ച ഈ മീറ്റിങ്ങിന്റെ അനുഗ്രഹം കർത്താവ് ഞങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് ഇടയായതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം കർത്താവെ നല്ല അനുഗ്രഹിക്കപ്പെട്ട 2 പാട്ട് പാടി കർത്താവെ ഞങ്ങളുടെ ഏത് മീറ്റിങ്ങിനും ഞങ്ങൾക്ക് പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെയും തന്ന സാവകാശത്തിനായിട്ടൊക്കെ നന്ദിയോടെ സ്തോത്രം. പ്രിയ രൂപയിലെ അതിനുവേണ്ടി ഒരുക്കി അതോർത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവെ ഞങ്ങൾക്ക് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായ വിഷയം എന്ന് പറയുന്നത് കർത്താവെ സഹോദരന്മാരായ ഞങ്ങൾക്ക് കർത്താവെ ശരീരമായ പല പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും കർത്താവ് ഞങ്ങൾക്ക് ഈ മീഡിയയിൽ കൂടി ഇന്ന് അനുവദിച്ച് ഇങ്ങനെ ഈ നിലയിൽ കർത്താവെ അനുവദിച്ചു തന്ന ഈ വിലപ്പെട്ട സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവെ പ്രിയ സഹോദരൻ ഡോക്ടർ ചാർലി മാത്യുവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങൾക്ക് സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് കർത്താവെ അനേക സഹോദരന്മാരുടെ സംശയങ്ങൾക്ക് അതിന് കർത്താവെ അതിന് മറുപടി ലഭിക്കാനായിട്ട് ഇന്നത്തെ ഈ മീറ്റിങ്ങിന് ഇടയായത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. കർത്താവ് പ്രിയ സഹോദരന് വളരെ ഷെഡ്യൂളൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് അതൊക്കെ മാറ്റി വെച്ച് ഇനി ഞങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളുടെ സഹോദരിമാർക്ക് വേണ്ടി കർത്താവെ 2 മണിക്കൂർ മാറ്റി വെച്ച് ഞങ്ങൾ കർത്താവെ സഹോദരിമാരുടെ സംശയങ്ങൾക്ക് അവിടുന്ന് മറുപടി തരുവാനായിട്ട് ഞങ്ങൾക്ക് ഇടയാക്കി ഓർത്ത് നന്ദിയോടെ സ്തോത്രം. പ്രിയ ഡോക്ടർ ചാർലി എബ്രഹാം സഹോദരനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളെയും സ്ഥാനത്തെയും ഒക്കെ ഓർക്കുന്നു, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ കർത്താവെ അനേകർക്ക് അത് പ്രയോജനമായി തീരുവാനിടയാകണം എന്ന് ഞങ്ങൾ അവിടത്തോട് അപേക്ഷിക്കുന്നു. ആത്മീയമായിട്ടും കർത്താവ് ഭൗതികമായിട്ടും ഒക്കെയും കർത്താവ് കൊടുത്തിരിക്കുന്ന വലിയ കൃപകൾ ഓർത്ത് അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങൾ ഈ പാനൽ മെമ്പേഴ്സിനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഹോദരി ഷേർലിയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. അതുപോലെ സിസ്റ്റർ ലിസിയെ ഓർക്കുന്നു, സിസ്റ്റർ ബീനയെ ഓർക്കുന്നു, സിസ്റ്റർ അലങ്ങമോളെ ഓർക്കുന്നു. പ്രിയ സഹോദരിമാരൊക്കെയും ചോദിച്ചതായ ക്വസ്റ്റ്യങ്ങൾക്ക് കർത്താവെ ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കത്തക്ക രീതിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായ നിലയിൽ ആ ആൻസർ ലഭിക്കാനായിട്ട് പ്രിയ സഹോദരൻ കൂടി ഞങ്ങൾക്ക് ഇടയാക്കി ഓർത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അവിടുന്ന് സഹായിച്ച് ഞങ്ങളൊക്കെ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ഭവനങ്ങളിൽ ഇരിക്കുമ്പോൾ കർത്താവ് പല തടസ്സങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടാകാം. എങ്കിലും അതിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിച്ച ഈ മീഡിയ കർത്താവെ ഈ നെറ്റ് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹത്തോടെ ഇത്രയും സമയം അനുവദിച്ചു തന്ന ആ ദൈവിക കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മിടുക്കോ സാമർത്ഥ്യം ഒന്നുമല്ല കർത്താവ്, ഞങ്ങൾക്ക് ഇതിനൊക്കെ തന്നിരിക്കുന്ന എല്ലാ സാഹചര്യത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പ്രിയ സാറാമത്യ സഹോദരിക്ക് കർത്താവെ ഈ മീറ്റിങ്ങിനെ ലീഡ് ചെയ്യാനായിട്ടിടയായി അത് ഓർത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങളൊക്കെ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നോട് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ളതായ കൂടിയവരൊക്കെ സംബന്ധിപ്പാൻ ഇടയായത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇത് കടന്നുകൂടിയ എല്ലാ സഹോദരിമാർക്കായിട്ട് സ്തോത്രം, കുടുംബങ്ങൾക്കായിട്ട് സ്തോത്രം. കർത്താവ് ഇന്നത്തെ ഈ ശുശ്രൂഷ കർത്താവെ അനേകർക്ക് അത് പ്രയോജനമാക്കി തീർക്കാൻ ഇടയാകണം. വരും ദിവസങ്ങളിലും കർത്താവെ യൂട്യൂബിൽ കൂടെ ഒക്കെ അത് അനേകർക്ക് പ്രയോജനമാക്കത്തക്ക രീതിയിൽ ഇടയാകണമെന്ന് ഞങ്ങൾ അടുത്തോട് അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കേട്ടിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ തുടർന്നും കർത്താവ് ഇതിൽ സംബന്ധിച്ച് എല്ലാവരും അവിടെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. പ്രത്യേക പ്രിയ സഹോദരൻ ഡോക്ടർ ചാർലി മാത്യു പ്രിയ സഹോദരൻ ഞങ്ങൾ അവിടുത്തെ തൃക്കരങ്ങളെ കേൾപ്പിക്കുന്നു. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവ് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും കൊടുത്തിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും അവിടുത്തെ കൃപയുണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. സകലതും കർത്താവ് യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കുമാറാകണമേ.
Amen. Thank you, Rubel. That was beautiful.